കഥ തുടരുന്നു. അന്ന് 2 മണിയായത് സ്വാതി അറിഞ്ഞതേയില്ല. ബാങ്കിൽ അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. സ്വാതി, വിശപ്പൊന്നുമില്ലേ? ഉമാദേവി വന്ന് ചോദിച്ചപ്പോഴാണ് അവൾ സമയം നോക്കിയത്. സമയം പോയത് അറിഞ്ഞില്ല ചേച്ചി, ഞാനിതാ വരുന്നു. ഡെപ്യൂട്ടി മാനേജറാണ് ഉമാദേവി. വെളുത്ത് അല്പം തടിച്ച ഒരു 50കാരി. ബാങ്കിൽ ജോയിൻ ചെയ്ത അന്ന് തന്നെ അവരോട് അവൾക്ക് എന്തുകൊണ്ടോ ഒരു അടുപ്പം തോന്നിയിരുന്നു. അവർക്കും അവളോട് അതേപോലെ സ്നേഹമാണ്. 2 മുതൽ 2:30 വരെയാണ് ലഞ്ച് ബ്രേക്ക്. സ്വാതി ചെയ്തുകൊണ്ടിരുന്ന ജോലി മുഴുമിപ്പിച്ചിട്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ചിലരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ബാങ്കിൽ തന്നെയാണ് ഒരു സ്ത്രീ ഭക്ഷണം ഉണ്ടാക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ചായയും അവർ ഉണ്ടാക്കും. മാസം തോറും അവർക്ക് സ്റ്റാഫ് തന്നെ ശമ്പളം കൊടുക്കും. അവൾ ചെന്നപ്പോൾ ഒരു പ്ലേറ്റിൽ ഉമാദേവി ചോറും കറികളും വിളമ്പി എടുക്കുന്നുണ്ടായിരുന്നു. അവളും ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് ചെന്നു. ഇന്ന് മീൻ പൊരിച്ചതുണ്ട് കേട്ടോ, ഉമാദേവി പറഞ്ഞു. ചോറും കറികളും വിളമ്പിയെടുത്ത് അവർ അടുത്തടുത്ത കസേരകളിൽ ഇരുന്നു. അടുത്ത ആഴ്ച ഞാൻ ലീവാണ്, നാസിക്കിൽ പോകുന്നു, മോളെ കൊണ്ടുവരാൻ, ഉമാദേവി പറഞ്ഞു. അവരുടെ മകൾ അവിടെ മെഡിസിന് പഠിക്കുകയാണ്. വെക്കേഷൻ തുടങ്ങിയോ ചേച്ചി? അതെ, ആദ്യത്തെ പബ്ലിക് എക്സാം നാളെ തീരും. ഹസ്ബൻഡും ഞാനും കൂടെ പോകുന്നത് ഫ്ലൈറ്റിൽ. ഉമാദേവിക്ക് ഒരേയൊരു മകളേയുള്ളൂ. ഭർത്താവ് ഷിപ്പ്യാർഡിൽ എഞ്ചിനീയറാണ്. ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് കൂട്ടായിട്ട് കാണുമായിരുന്നല്ലോ, സ്വാതി വെറുതെ കളി പറഞ്ഞു. എൻ്റെ 30ാമത്തെ വയസ്സിലാണ് സ്വാതി മോൾ ജനിച്ചത്. 2-3 വർഷം കൂടി കഴിഞ്ഞു വേണമെങ്കിൽ ഒരു കുഞ്ഞുകൂടി ആകാമായിരുന്നു. പക്ഷേ അത്ര ലേറ്റായിട്ട് ഇനി വേണ്ടെന്നായിരുന്നു ഡോക്ടറുടെ അഡ്വൈസ്. ഒരുപാട് ലേറ്റായി പ്രസവിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് അവൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വാതി ഇനി അധികം വച്ച് നീട്ടണ്ട. 25-നും 30-നും ഇടയ്ക്ക് കാര്യം നടത്തണം, ചിരിച്ചുകൊണ്ട് ഉമാദേവി പറഞ്ഞു. അവൾക്ക് നാണം വന്നു. കല്യാണം കഴിഞ്ഞു കുഞ്ഞുണ്ടാക്കാൻ ചേച്ചിക്ക് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വന്നോ? ഏയ്, 29ാമത്തെ വയസ്സിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. 10 മാസം കഴിഞ്ഞപ്പോൾ നിവ്യയെ ഞാൻ പ്രസവിച്ചു. അവൾ ചിരിച്ചു. 22ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി കിട്ടിയതാ. അടുത്ത കൊല്ലം മുതൽ കല്യാണാലോചനകൾ വരാൻ തുടങ്ങി. ജാതകത്തിൽ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതാ വൈകിപ്പോയത്. പിന്നെ വെച്ച് താമസിപ്പിച്ചില്ല. ഉമാദേവിയുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നാൽ സമയം പോകുന്നതറിയില്ല. സരസമായി സംസാരിക്കും. ആദർശിന് സർക്കാർ സർവീസിൽ താല്പര്യമില്ലേ? പെട്ടെന്ന് അവർ ചോദിച്ചു. അറിയില്ല ചേച്ചി, അതേക്കുറിച്ചൊന്നും ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പ്രൈവറ്റ് കമ്പനികളിൽ ജോലി സ്ഥിരതയൊന്നുമില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചത്. ഷിപ്പ്യാർഡിൽ വേക്കൻസി വരുമ്പോൾ അറിയിക്കാൻ ഞാൻ ഗോപിയേട്ടനോട് പറയാം. ആപ്ലിക്കേഷൻ അയപ്പിക്കണം. ചേട്ടൻ സിവിൽ എഞ്ചിനീയറാണ്. സിവിൽക്കാരെയും ഷിപ്പ്യാർഡിൽ എടുക്കാറുണ്ട് സ്വാതി. അല്ലെങ്കിൽ സർക്കാർ സർവീസ് നോക്കണം, അതാണ് നല്ലത്. ആദർശനോട് സംസാരിച്ച് നോക്കണമെന്ന് അവൾ മനസ്സിൽ കുറിച്ചു. അന്ന് പതിവിലെ നേരത്തെ സ്വാതിക്ക് ബാങ്കിലെ ജോലി തീർന്നു. ബാങ്കിൻ്റെ വളരെ അടുത്താണ് ക്രസൻറ്റ് ഹോസ്പിറ്റൽ. അങ്ങോട്ട് പോയാലോ എന്ന് അവൾ ആലോചിച്ചു. ഗാഥയെ കാണാം. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആദർശനെ വിളിക്കാം. അവിടേക്ക് വന്നാൽ മതിയെന്ന് പറയാം. അവൾ ഒരു ഓട്ടോ പിടിച്ച് ക്രസൻറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. ചെന്നപ്പോൾ ഗാഥയുടെ അടുത്ത് യമുനയും സൗമിനിയും ഉണ്ടായിരുന്നു. സ്വാതി ഇന്ന് നേരത്തെ ഇറങ്ങിയോ? അവളെ കണ്ട് ഗാഥ ചോദിച്ചു. ചില ദിവസമൊക്കെ ഇങ്ങനെ ചില ഭാഗ്യം സംഭവിക്കാറുണ്ട്, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ആദർശിൻ്റെ വൈഫ്. മനസ്സിലായി മോളെ, സൗമിനി പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടിയത്. യമുന ചെന്ന് വാതിൽ തുറന്നു. ആദർശാണ് വന്നത്. 2 കൈയിലും അയാൾ ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും മാതള നാരങ്ങയുടെയും മുന്തിരിയുടെയും പ്ലാസ്റ്റിക് കിറ്റുകൾ തൂക്കി പിടിച്ചിരുന്നു. സ്വാതിയെ കണ്ട് അയാളുടെ മുഖം വിളറി. അവൾ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ആദർശം എന്താ മടിച്ചു നിന്ന് കളഞ്ഞത്? കയറി വാ, ഇവിടെ ഞങ്ങളൊക്കെയുള്ളൂ, പുഞ്ചിരിയോടെ സൗമിനി ടീച്ചർ അയാളെ ക്ഷണിച്ചു. സ്വാതിയെ അഭിമുഖീകരിക്കാതെ ആദർശ് മുറിയിലേക്ക് കയറി ചെന്നു. അവൾ ആ നേരത്ത് അവിടെ ഉണ്ടായിരിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. സ്വാതി അയാളുടെ മുഖത്തു നിന്ന് കണ്ണുകളെടുത്തതേയില്ല. അയാൾ കിറ്റുകളുമെല്ലാം മേശപ്പുറത്തേക്ക് വെച്ചു. കുറച്ച് ഫ്രൂട്ട്സാണ്, ആരോടൊന്നില്ലാതെ അയാൾ പറഞ്ഞു. ഇപ്പോഴെന്തിനാണ്? വേണ്ടായിരുന്നല്ലോ എന്ന ധ്വനിയോടെ യമുന പറഞ്ഞു. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്ന വഴി വാങ്ങിച്ചതാണ്. ശ്യാം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് തരണമെന്ന്. ഇവിടെ അമ്മമാരെ കൊണ്ട് അതിനൊന്നും പറ്റില്ലല്ലോ. ആദർശ് പറഞ്ഞു കേട്ടപ്പോൾ സ്വാതിയുടെ മനസ്സിൽ അയവ് വന്നു. അയാൾ പറഞ്ഞത് ഗാഥയ്ക്ക് അത്ര വിശ്വാസം വന്നില്ല. അയാൾ സ്വമേധയാ വാങ്ങിക്കൊണ്ട് വന്നതാണ് ആ പഴങ്ങൾ എന്ന് അവൾക്ക് തോന്നി. പക്ഷേ പാടില്ലായിരുന്നു. സ്വാതി എപ്പോൾ വന്നു? ആദർശ് അവളോട് ചോദിച്ചു. 10 മിനിറ്റായി കാണും. ഇന്ന് നേരത്തെ ജോലികൾ തീർന്നു, അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു, അവൾ പറഞ്ഞു. ശ്യാമും പറയാറുണ്ട് ബാങ്കിൽ ക്ലാർക്കുമാർക്ക് 5 മണിയാകുമ്പോൾ പോകാം, ഓഫീസുമാർക്ക് അക്കൗണ്ട് ടാലിയാക്കാതെ വീട്ടിൽ പോകാൻ പറ്റില്ലെന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ 7 മണിക്ക് എല്ലാം ഓക്കെ ആകും. ചില ദിവസം 8:30, 9 ആകുമെന്ന് സൗമിനി പറഞ്ഞു. ഇപ്പോൾ കമ്പ്യൂട്ടറിലല്ലേ എല്ലാം ചെയ്യുന്നത്, പിന്നെന്തിനാ കണക്കുകൾ ശരിയാക്കാൻ ഇത്ര താമസം? പണ്ടൊക്കെ എല്ലാം എഴുതി കൂട്ടുകയായിരുന്നല്ലോ, യമുന ചോദിച്ചു. പണ്ടൊക്കെ എന്നുള്ളതിൻ്റെ 10-11 ട്രാൻസാക്ഷൻസ് പോലും ഇല്ലായിരുന്നല്ലോ. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ തന്നെ ചുരുക്കമായിരുന്നില്ലേ, സ്വാതി പറഞ്ഞു. അന്തരീക്ഷം സാധാരണഗതിയിലായി എന്ന് മനസ്സിലായപ്പോൾ ആദർശിന് ആശ്വാസം അനുഭവപ്പെട്ടു. എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞോ? സ്വാതി തിരക്കി. ഇല്ല മോളെ, നാളെ ഒരു സ്കാനിങ് കൂടിയുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടി പരിശോധിച്ചിട്ട് വിടുന്ന കാര്യം തീരുമാനിക്കുമെന്നാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത്.
യമുന അറിയിച്ചു. 2 ആഴ്ച ഇവിടെ തന്നെ കിടന്നാലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും ഓർക്കുമ്പോൾ പേടിയാ. സൗമിനി ടീച്ചർക്ക് മനക്കരുത്തില്ലായിരുന്നു. ഏയ് ഒന്നും പേടിക്കണ്ട അമ്മേ, ഇനി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ചിലർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ടെന്ന് ഇന്ന് ബാങ്കിൽ 1-2 പേർ പറഞ്ഞു. സ്വാതി അവർക്ക് ധൈര്യം കൊടുത്തു. മോളുടെ നാവ് പൊന്നായിരിക്കട്ടെ, സൗമിനി പറഞ്ഞു. എല്ലാം കേട്ട് നിശബ്ദയായി കിടന്നതേയുള്ളൂ ഗാഥ. എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനസമാധാനം തോന്നുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഏത് കാര്യത്തിനും ധൈര്യവും കുറവാ. ഒരു പ്രശ്നമുണ്ടായാൽ പിന്നെ ടെൻഷനാ. സൗമിനി വാചാലയായി. അപ്പോൾ ശ്യാംകുമാറിൻ്റെ കാര്യമോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ കഴിയാതെ അവിടെ എങ്ങനെ കഴിഞ്ഞുകൂടുന്നെന്ന് ആർക്കറിയാം? ആദർശ് പറഞ്ഞു. ഗാഥ തലതിരിച്ച് ആദർശിനൊന്ന് നോക്കി. അത് നേരാ, നമുക്കാണെങ്കിൽ എപ്പോഴും ഗാഥയെ കണ്ടുകൊണ്ടിരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. അവർ അല്പനേരം കൂടി സംസാരിച്ചിരുന്നു. നമുക്കിനി പോയാലോ ചേട്ടാ? ഒടുവിൽ സ്വാതി ചോദിച്ചു. പോകാം. ആദർശ് എഴുന്നേറ്റു. രാത്രിയിൽ ഭക്ഷണം എങ്ങനെയാ മോളെ? സ്വാതിയോട് യമുന ചോദിച്ചു. വീട്ടിൽ ചെന്ന് ഉണ്ടാക്കണം അമ്മേ. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമല്ലേ? ഇനി വീട്ടിൽ ചെന്ന് കൂടുതൽ കഷ്ടപ്പെടണോ? എന്തെങ്കിലും മേടിച്ചോണ്ട് പോയാൽ പോരെ? വയ്ക്കുന്നത് ഒരു ശീലമായി അമ്മേ. വീട്ടിൽ ആട്ട ഇരിപ്പുണ്ട്, 4 ദോശ ഉണ്ടാക്കുന്നു. ആദർശ് ചേട്ടന് വലിയ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയാൽ പിന്നെ വേറെന്ത് വേണം? സൗമിനി ചോദിച്ചു. ഗാഥ പെട്ടെന്ന് മുഖം തിരിച്ചു. അവളുടെ മുഖത്ത് തെളിഞ്ഞ ഭാവവ്യത്യാസം ആദർശ് മാത്രം കണ്ടു. ഞങ്ങൾ പോവാണമ്മേ. നാളെ ഡിസ്ചാർജ് ചെയ്യുമെങ്കിൽ വിളിച്ചു പറയണേ, അല്ലെങ്കിൽ വൈകുന്നേരം വരാം, സ്വാതി പറഞ്ഞു. ഞാൻ വിളിക്കാം മോളെ. സ്വാതിയും ആദർശും യാത്ര പറഞ്ഞു പോയി. നല്ല സ്നേഹമുള്ള കുട്ടികൾ അല്ലേ യമുനെ? സൗമിനി പറഞ്ഞു. ശരിയാ, അവർ 2 പേരും ഉള്ളതുകൊണ്ട് നമുക്കെന്ത് ആശ്വാസമാ. അല്ലെങ്കിൽ അന്ന് രാത്രിയിൽ മോളും ഞാനും മാത്രം എന്ത് ചെയ്തേനെ? യമുന ഓർത്തു. 2 പേരും നന്നായിരിക്കട്ടെ. ആദർശിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ സ്വാതി ഭാഗ്യവതിയാ, സൗമിനി പറഞ്ഞു. ആ സംഭാഷണം അവസാനിപ്പിക്കാനായിരുന്നു യമുനയ്ക്ക് ഇഷ്ടം. ശ്യാം ഒന്ന് വിളിച്ചോ മോളെ? അവൾ ഗാഥയോട് തിരക്കി. ഇല്ലമ്മേ, ഫ്രീ ആയിട്ട് രാത്രിയിൽ വിളിക്കൂ, അവൾ പറഞ്ഞു. ശ്യാം ചേട്ടനോട് സംസാരിക്കാനുണ്ട്. പക്ഷേ അമ്മയോ ശ്യാം ചേട്ടൻ്റെ അമ്മയോ ഇല്ലാത്ത സമയത്ത് വേണം. 2 പേരും കേൾക്കാൻ പാടില്ല. അത് നടക്കാത്ത കാര്യം. മുറി വിട്ടു 2 പേരും എങ്ങോട്ടും പോകുകയില്ലല്ലോ. രാത്രി 8 മണിക്ക് മുമ്പ് അവർ ഭക്ഷണം കഴിച്ചു. ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ മാത്രമാണ് ശരണം. അടുത്ത് വേറെ ഹോട്ടലുകളൊന്നുമില്ല. ഡ്യൂട്ടി നേഴ്സ് വന്നു. രാത്രിയുള്ള ഇഞ്ചക്ഷൻ എടുത്തു. കഴിക്കാനുള്ള ടാബ്ലറ്റും കൊടുത്തു. 9:30 മുമ്പേ ബൈസ്റ്റാൻഡർക്കുള്ള ബെഡിൽ യമുനയും സൗമിനിയും ഉറങ്ങാൻ കിടന്നു. അതുവരെ ശ്യാംകുമാർ വിളിച്ചില്ല. അത് നന്നായി എന്ന് ഗാഥയ്ക്ക് തോന്നി. 2 പേർ ഉറങ്ങിക്കഴിഞ്ഞാൽ ശ്യാം ചേട്ടനോട് സ്വസ്ഥമായി സംസാരിക്കാം. മൊബൈൽ സൈലൻറ്റ് മോഡിലിട്ട് അവൾ കാത്തു കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ സൗമിനിയുടെ കൂർക്കമ്പലി കേട്ടു. 10 മണി കഴിഞ്ഞപ്പോഴാണ് ശ്യാംകുമാറിൻ്റെ വിളി വന്നത്. ഹലോ. ഗാഥ ഉറങ്ങിക്കാണുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അമ്മമാർ 2 പേരും ഉറങ്ങി. എത്ര ലേറ്റായാലും ശ്യാം ചേട്ടൻ വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ കാത്തു കിടക്കുമായിരുന്നു. സോറി, ഇന്നൊരു ഡിന്നർ ഉണ്ടായിരുന്നു. ഇവിടെ ഹെഡ് ഓഫീസിലെ ഒരു VIP ഇന്ന് ട്രെയിനിങ് സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രമാണിച്ചാണ്. ഡിന്നർ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്ര ലേറ്റാകുമെന്ന് കരുതിയില്ല, അയാൾ ക്ഷമാപണം പറഞ്ഞു. ഏയ് അത് സാരമില്ല ശ്യാം ചേട്ടാ, 10 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. സാധാരണ നമ്മൾ ഉറങ്ങാറുള്ള സമയമായില്ലല്ലോ. അല്ല, ഞാനിതുവരെ ഒന്ന് വിളിച്ച് ചോദിച്ചില്ലല്ലോ എന്ന് അമ്മമാർ വിചാരിക്കില്ലേ? നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് എനിക്കറിയാം, അയാൾ പറഞ്ഞു. ഏയ് അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. ഉച്ചയ്ക്ക് വിളിച്ചതല്ലേ, പിന്നെന്താ? അതൊക്കെ പോട്ടെ, വിശേഷിച്ചൊന്നുമില്ലല്ലോ, അയാൾ തിരക്കി. ഒന്നുമില്ല, കിടന്ന് മടുത്തു, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ചത്തെ ബെഡ് റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞത്? അനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ. നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും ഉണ്ടാകാതെ നോക്കാൻ എന്ത് കഷ്ടപ്പാടും നമ്മൾ സഹിക്കാതെ പറ്റില്ലല്ലോ. നമ്മുടെ കുഞ്ഞ്. ഗാഥയുടെ ഹൃദയം കുത്തേറ്റതുപോലെ ഒന്ന് പിടഞ്ഞു. അതെ, ഇതൊന്നും എനിക്കൊരു കഷ്ടപ്പാടല്ല. 2 ആഴ്ചയിലെ 2 മാസം വേണമെങ്കിലും അനങ്ങുക പോലും ചെയ്യാതെ കിടക്കാൻ ഞാൻ തയ്യാറാണ്. ചിലപ്പോൾ നാളെ വീട്ടിലേക്ക് പോകാൻ പറ്റിയേക്കും. അവിടെ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതി. ഓ, എങ്കിൽ രക്ഷപ്പെട്ടു. ഹോസ്പിറ്റൽ പോലെയല്ലോ നമ്മുടെ വീട്. നല്ല ക്ഷീണമുണ്ട്. വീട്ടിൽ ചെന്നാലല്ലേ ഭക്ഷണമൊക്കെ ശരിയാവൂ. രക്തക്കുറവുണ്ട്. നല്ല ഭക്ഷണം കഴിച്ചാലേ അത് നേരെയാക്കാൻ പറ്റൂ. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അയ്യോ, അതിപ്പോൾ ആരെ കൊണ്ട് വാങ്ങിപ്പിക്കും? ഹോസ്പിറ്റലിനടുത്ത് ഫ്രൂട്ട്സ് സ്റ്റാൾ വല്ലതുമുണ്ടോ? അറിയില്ല. ഇന്ന് ആദർശ് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നു. ശ്യാമേട്ടൻ ആദർശിനെ വിളിച്ചിരുന്നോ? ഇല്ല, ഒട്ടും സമയം കിട്ടിയില്ല. തൻ്റെ ഊഹം ശരിയായിരിക്കുന്നു എന്ന് ഗാഥയ്ക്ക് അപ്പോൾ മനസ്സിലായി. ആരും ആവശ്യപ്പെടാതെയാണ് ആദർശ് ഓറഞ്ചും ആപ്പിളും മാതള നാരങ്ങയുമൊക്കെ വാങ്ങിക്കൊണ്ടു വന്നത്. അമ്മമാർ അതിൽ അസ്വാഭാവികതയൊന്നും കാണുകയില്ലായിരിക്കാം, സംശയിക്കുകയുമില്ല. പക്ഷേ സ്വാതി. എന്തായാലും ശ്യാം ചേട്ടൻ ആദർശിനെ ഒന്ന് വിളിച്ചേക്കണേ, താങ്ക്സ് പറയണം, അവൾ ആവശ്യപ്പെട്ടു. ഞാൻ വിളിക്കാൻ കാതെ. ഇന്നിപ്പോൾ അവർ ഉറങ്ങിക്കാണും. നാളെ ആവട്ടെ. എന്തായാലും അവർ 2 പേരുമുള്ളത് നമുക്ക് വലിയ സഹായമായി അല്ലേ? അതെ. ബാങ്കിൽ നിന്നിറങ്ങി സ്വാതി നേരെ ഇങ്ങോട്ടാണ് വന്നത്. പിന്നെ ആദർശ് വന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് അവർ ഒന്നിച്ചാണ് പോയത്. ആദർശിനെ പോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് കാതെ. എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. 2 പേർക്കും നല്ലൊരു ട്രീറ്റ് കൊടുക്കണം നമുക്ക്. ശരി, ഇനി വൈകണ്ട, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ശ്യാമേട്ടാ. അവൾ കോൾ കട്ട് ചെയ്തിട്ട് മൊബൈൽ തലയണയുടെ ചുവട്ടിലേക്ക് വെച്ചു. ആദർശിന് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. എല്ലാം. അവൾ വേദനയോടെ കണ്ണുകൾ അടച്ചു.
ആദർശിൻ്റെ ഈ അറിവ് അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാതിരുന്നാൽ മതിയായിരുന്നു. സ്വന്തം കുഞ്ഞിനെ ആദർശിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? അതിൽ കുറ്റപ്പെടുത്താനും പറ്റില്ല. പക്ഷേ തൻ്റെ ജീവിതമാണ് ഒരു ഞാണിന്മേൽ കളിയാകാൻ പോകുന്നത്. മറ്റൊരു പുരുഷൻ്റെ കുഞ്ഞിനെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് ഭർത്താവിനൊപ്പം ജീവിക്കുക, കുഞ്ഞ് അയാളുടേതാണെന്ന് ബോധ്യപ്പെടുത്തുക. തെറ്റാണ്, മഹാപാപമാണ്. പക്ഷേ രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി? എല്ലാം തുറന്നു പറഞ്ഞാൽ തൻ്റെ ജീവിതം മാത്രമല്ല തകരാൻ പോകുന്നത്, നിരപരാധിയായ സ്വാതിയും കൂടി ബലിയാകേണ്ടി വരും. ഒരു തെറ്റും ചെയ്യാത്ത ശ്യാം ചേട്ടനും. ഒന്ന് തിരിഞ്ഞു കിടക്കണമെന്ന് തോന്നി ഗാഥയ്ക്ക്. തിരിഞ്ഞു കിടക്കാൻ പോലും പേടിയാണ്. ശരീരം അനങ്ങിയാൽ കുഞ്ഞിനെ എന്തെങ്കിലും. വളരെ ശ്രദ്ധിച്ച് ശരീരം പോലും അറിയാത്ത മട്ടിൽ അവൾ സാവധാനം ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. ഉറങ്ങിയില്ലേ മോളെ? പെട്ടെന്ന് യമുന ചോദിച്ചു. ഇല്ലമ്മേ, കിടന്നിട്ട് എനിക്കും ഉറക്കം വരുന്നില്ല മോളെ. അപ്പോൾ അമ്മ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ശ്യാം ചേട്ടനുമായി സംസാരിച്ചതെല്ലാം കേട്ട് കാണും. സംശയമുണ്ടാകുന്ന എന്തെങ്കിലും താൻ പറഞ്ഞോ? ഓർക്കാൻ ശ്രമിച്ച് അവൾ കിടന്നു. കിച്ചണിലെ ലൈറ്റ് അണച്ചിട്ട് സ്വാതി വന്നപ്പോൾ ടി വിയുടെ മുമ്പിലായിരുന്നു ആദർശ്. അയാൾ ന്യൂസ് കാണുന്നില്ലെന്ന് അവൾക്ക് തോന്നി. എന്താ ഇത്ര വലിയ ആലോചന? അയാൾ ഞെട്ടലോടെ തലതിരിച്ച് അവളെ ഒന്ന് നോക്കി. അവൾ ചെന്ന് അടുത്ത സെറ്റിയിലിരുന്നു. ഞാൻ നമ്മുടെ കാര്യം ഓർക്കുകയായിരുന്നു, ആദർശ് പറഞ്ഞു. നമ്മുടെ കാര്യം ഇപ്പോഴെന്താണ് ഓർക്കാനുള്ളത്? ഇന്നുച്ചയ്ക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം അമ്മ തിരക്കി. സ്വാതിക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ എന്ന്. പെട്ടെന്ന് സ്വാതിയുടെ മുഖം തുടുത്തു. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ചെറിയ പേടിയുമുണ്ട്, അവൾ പറഞ്ഞു. എന്തു പേടി? ഗാഥയുടെ കാര്യം ഓർക്കുമ്പോൾ. ഏയ്, അത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. എത്രയോ പേർ ഗർഭം ധരിച്ച് സുഖമായി പ്രസവിക്കുന്നു. ഒക്കെ ശരിയാ ചേട്ടാ, പക്ഷേ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങ് അവഗണിക്കാൻ പറ്റുമോ? ഇപ്പോഴേ ഒന്നും വേണ്ടെന്ന് തോന്നുകയാ എനിക്ക്. ആദർശ് ഒരു കൈയെടുത്ത് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ പൊന്ന്, എന്ത് പറയുന്നോ അത് തന്നെയാണ് എൻ്റെ ഈ അഭിപ്രായം. ഞാനൊരു കാര്യത്തിലും ധൃതി വയ്ക്കത്തില്ല. ഒന്നും വേണ്ടാന്ന് വയ്ക്കണമെന്നില്ല ചേട്ടാ ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായി സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ. പക്ഷേ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് നമ്മൾ വേവലാതിപ്പെടേണ്ട എന്നാണ്. മനസ്സിലായി എനിക്ക്. ഒരു വർഷം ഈ ബ്രാഞ്ചിലായിരിക്കും എനിക്ക് പ്രൊമോഷൻ. അത് പൂർത്തിയാക്കുമ്പോൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് മാറ്റും. വേറെ ഏതെങ്കിലും ജില്ലയിലാകാനാണ് സാധ്യത. ആ സമയത്ത് നെട്ടോട്ടം വേണ്ട. പ്രൊബേഷൻ കഴിയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയാൾ സമ്മതിച്ചു. അതെന്താ, ഉടനൊരു കുഞ്ഞിനെ വേണമെന്ന് ചേട്ടന് ആഗ്രഹമില്ലേ? ഉണ്ട്, പക്ഷേ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. സ്വാതി ഒന്ന് നെടുവീർപ്പിട്ടു. ഗാഥയ്ക്ക് ഒരു മനസ്സമാധാനവും കാണുകയില്ല അല്ലേ ചേട്ടാ? പെട്ടെന്ന് അവൾ ചോദിച്ചു. ആദർശ് ഒന്ന് ഞെട്ടി. അതെന്താ? എല്ലാവരുടെയും കണക്കുകൾ തെറ്റിച്ച് 10 മാസം തികയും മുമ്പ്, അതായത് 9ാം മാസത്തിൽ പൂർണ്ണ വളർച്ചയുള്ള കുഞ്ഞിനെ അവൾ പ്രസവിക്കില്ലേ? അതിന് എന്ത് ന്യായീകരണം കൊടുക്കും? 9ാം മാസത്തിലൊക്കെ ചില സ്ത്രീകൾ പ്രസവിക്കാറുണ്ട്, ദുർബല സ്വരത്തിൽ അയാൾ പറഞ്ഞു. ശരി, അങ്ങനെ എല്ലാവരും വിശ്വസിക്കുമെന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ അന്യപുരുഷന് ജനിച്ച കുഞ്ഞിനെ അതറിയാതെ ശ്യാംകുമാർ സ്വന്തം കുഞ്ഞാണെന്ന് വിശ്വസിച്ച് ലാളിക്കുകയും ഓമനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യില്ലേ? അത് കാണുമ്പോൾ ഗാഥയ്ക്ക് കുറ്റബോധം തോന്നില്ലേ? ആദർശ് മിണ്ടിയില്ല. 1-2 ദിവസത്തേക്കല്ലേ, ജീവിതകാലം മുഴുവൻ. നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യം ചിന്തിച്ച് തലപ്പുകയ്ക്കുന്നത്? മണി 10 കഴിഞ്ഞില്ലേ, വാ കിടക്കാം. അയാൾ അവളെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി. ചേട്ടന് അതൊക്കെ നിസ്സാരമായി തോന്നാം, പക്ഷേ ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്കതൊന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗാഥയും ശ്യാംകുമാറും നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട്. വേണ്ട സ്വാതി, നമ്മളൊന്നും അറിഞ്ഞതായി നടിക്കരുത്. ഈ രഹസ്യം ലീക്ക് ചെയ്താൽ എന്തൊരു ഭൂകമ്പമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാനായിട്ട് ആരോടും പറയില്ല. എനിക്കറിയാം അതിൻ്റെ ഭവിഷ്യത്തുകൾ. പക്ഷേ ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് ശ്വാസം നിലച്ചതുപോലെ ആദർശിന് തോന്നി. അയാൾക്കറിയാതിരിക്കുമോ അവൾ ഗർഭിണിയാണെന്നും ഇപ്പോൾ എവിടെയാണെന്നും? അയാൾക്ക് മനുഷ്യത്വമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വന്ന് കാണാതിരിക്കുമോ? അത് സംശയമുണ്ടാക്കത്തില്ലേ? അയാൾക്ക് മനുഷ്യത്വമുണ്ടെങ്കിലല്ലേ. അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതാണെങ്കിലോ? അപ്പോൾ പിന്നെ അയാൾ വീണ്ടും അവളെ കാണാൻ വരുമോ? തെറ്റിപ്പിരിഞ്ഞതാണെങ്കിലാണ് കൂടുതൽ പേടിക്കേണ്ടത്. അയാൾക്ക് പകവീട്ടാൻ നല്ലൊരു അവസരമല്ലേ കിട്ടാൻ പോകുന്നത്. മതി, നമുക്ക് കിടക്കാം, എനിക്കുറക്കം വരുന്നു. ആ സംസാരം അവസാനിപ്പിച്ചാൽ മതിയെന്നായിരുന്നു ആദർശിന്. ലൈറ്റ് അണച്ച് അവർ ഉറങ്ങാൻ കിടന്നു. പക്ഷേ പെട്ടെന്നൊന്നും അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ആദർശാണ് ആദ്യം ഉണർന്നത്. രാവിലത്തെ ഇളം തണുപ്പിൻ്റെ സുഖത്തിൽ സ്വാതി ഉറക്കമായിരുന്നു. പല്ല് ബ്രഷ് ചെയ്തിട്ട് ആദർശ് ചെന്ന് കാപ്പി ഉണ്ടാക്കി. ഒരു ഗ്ലാസ് അയാൾ എടുത്തിട്ട് ബാക്കി ഫ്ലാസ്കിൽ വെച്ച് അടച്ചു. സ്വാതി ഉണരുമ്പോൾ എടുത്തു കുടിക്കാൻ. ട്രാക്ക് സൂട്ട് ധരിച്ച അയാൾ മുൻവാതിൽ തുറന്ന് വെളിയിലിറങ്ങിയിട്ട് വാതിൽ പൂട്ടി. സ്വാതിയുടെ കയ്യിൽ വേറെ താക്കോലുണ്ട്. ആവശ്യം വന്നാൽ അവൾ അതുപയോഗിച്ച് വാതിൽ തുറന്നോളും. 1 മണിക്കൂർ നടന്നിട്ടല്ലേ അയാൾ വരൂ. മൂടൻ മഞ്ഞുള്ള പ്രഭാതത്തിലേക്ക് ആദർശ് നടക്കാൻ പോയി. അല്പനേരം കഴിഞ്ഞ് സ്വാതി ഉണർന്നു. ആദർശ് നടക്കാൻ പോയി കാണുമെന്ന് അവൾക്കറിയാമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ 1 മണിക്കൂർ മതി. ഉച്ചഭക്ഷണം മാത്രമേ പുറത്തുനിന്ന് കഴിക്കുന്നുള്ളൂ. അതും ബാങ്കിൽ തന്നെ കിട്ടുന്നുമുണ്ട്. കഴിയുന്നതും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കണമെന്ന് തന്നെയാണ് അവൾക്ക് നിർബന്ധം. തലേ രാത്രിയിൽ തയ്യാറാക്കി വെച്ചിരുന്ന ദോശമാവ് എടുത്ത് അവൾ 5 ദോശ ചുട്ടു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടിയുണ്ട്. ആദർശ് വന്നു കഴിഞ്ഞു ചായ ഉണ്ടാക്കിയാൽ മതി.
അവൾ ബെഡ്റൂമിലേക്ക് പോകുമ്പോഴാണ് മൊബൈലിൽ ഒരു കോൾ വരുന്ന മ്യൂസിക് കേട്ടത്. അത് ആദർശിൻ്റെ മൊബൈലായിരുന്നു. ഒരു പഴയ ഹിന്ദി സിനിമാ ഗാനമാണ് ആദർശിൻ്റെ കോളർ ട്യൂൺ. കക്ഷി ഇന്ന് മൊബൈൽ എടുക്കാൻ മറന്നാണോ നടക്കാൻ പോയത്? അവൾ ചെന്ന് സിറ്റിംഗ് റൂമിലെ സെറ്റിൽ നിന്ന് അതെടുത്ത് നോക്കി. ശ്യാംകുമാർ കോളിംഗ്. ശ്യാമേട്ടൻ വിളിക്കുന്നു. എന്തിനായിരിക്കും രാവിലെ? എടുക്കണോ എന്നവൾ ഒന്ന് ആലോചിച്ചു. എന്തെങ്കിലും അത്യാവശ്യത്തിന്? ഹലോ. അവൾ കോൾ എടുത്തു. സ്വാതിയാണോ? ശ്യാം ചോദിച്ചു. അതെ. ആദർശില്ലേ വീട്ടിൽ? ഇല്ല, നടക്കാൻ പോയിരിക്കുകയാണ്. മൊബൈൽ എടുക്കാൻ മറന്നതാണ്. എന്താ ശ്യാമേട്ടാ? ഒന്നുമില്ല, വെറുതെ. 9 മണിക്ക് ക്ലാസ് തുടങ്ങും, പിന്നെ ഒട്ടും സമയം കിട്ടത്തില്ല. ഇന്നലെ ഗാഥയെ വിളിച്ചത് തന്നെ രാത്രി 10 മണി കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഗാഥയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഗാഥ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഉള്ളത് അവർക്ക് വലിയ സഹായമാണ്. എനിക്കും ആശ്വാസവും. ട്രെയിനിങ് എങ്ങനെയുണ്ട്? യൂസ്ഫുള്ളാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിനക്കും വൈകാതെ ഇത്തരം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പോകാതെ പറ്റില്ലല്ലോ. നിനക്ക് സുഖമല്ലേ സ്വാതി? സുഖമാണ്. അത് കേട്ടാൽ മതി. ആദർശിനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയ നീ ഭാഗ്യവതിയാണ്. ആണോ? അല്ലേ? ആണെന്ന് തോന്നുന്നു. എന്നെ വലിയ ഇഷ്ടമാണ്. ഇതുവരെ മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാലും അംഗീകരിക്കാറുണ്ട്. എന്താഗ്രഹവും സാധിച്ചു തരുന്നുണ്ട്. പക്ഷേ അവളൊന്ന് നിർത്തി. എന്തോ ഒരു പക്ഷേ? ഒന്നുമില്ല. അല്ല, പറയൂ. സ്നേഹിച്ച ഒരു പുരുഷനെ ഭർത്താവായി കിട്ടുന്നത് അല്പം കൂടി ഭാഗ്യമല്ലേ? അതൊക്കെ നിന്റെ തോന്നലാണ്. അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് പറയാറില്ലേ? നമ്മളൊന്നിച്ച് ജീവിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ അന്നേരം അറിയാൻ കഴിഞ്ഞേനെ എൻ്റെ തിന്മകൾ. അത് വെറുതെ വാദത്തിന് വേണ്ടി ശ്യാമേട്ട പറയുന്നതാണ്. പക്ഷേ എനിക്കിപ്പോൾ ദുഃഖമോ നിരാശയോ ഒന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ തന്നെ വേണം. നമുക്കായി ദൈവം ഒരു ജീവിതം കരുതി വെച്ചിരിക്കും. അതുമാത്രമേ നമുക്ക് കിട്ടൂ. അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടണം. ശ്യാമേട്ടനും അങ്ങനെ തൃപ്തിപ്പെടുകയാണോ? ഞാനും ഹാപ്പിയാണ് സ്വാതി. ഞാനിപ്പോൾ വിളിച്ചത് ഇതൊന്നും പറയാനല്ല. ആദർശിനോട് ഒരു താങ്ക്സ് പറയാനായിരുന്നു. എന്തിന്? ഇന്നലെ കുറേ ഫ്രൂട്ട്സ് ആദർശ് മേടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞു. ഞാനില്ലാത്തതിൻ്റെ കുറവ് നികത്തിയതിന്. ആരും ആവശ്യപ്പെടാതെ തന്നെ അറിഞ്ഞു പ്രവർത്തിക്കുന്നവരാണ് റിയൽ ഫ്രണ്ട്സ്. സ്വാതിക്ക് മനസ്സിലായില്ല. ഇന്നലെ ആദർശ് ചേട്ടനെ അപ്പോൾ ശ്യാമേട്ടൻ വിളിച്ചില്ലേ? ഇല്ല, സമയം കിട്ടിയില്ല. പക്ഷേ ആദർശ് ചേട്ടൻ പറഞ്ഞത്? അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ രണ്ടുപേരുടെയും സഹായങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയാം. സമയമായി സ്വാതി. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ആദർശിനെ വിളിച്ചോളാം. വയ്ക്കട്ടെ? ശരി. കോൾ അതോടെ കട്ടായി. സ്വാതി ഒരു നിമിഷം അതേ ഇരിപ്പിരുന്നു. എന്തിനാണ് ആദർശ് ചേട്ടൻ നുണ പറഞ്ഞത്? അവൾ മൊബൈൽ സെറ്റിൽ തന്നെ വെച്ചു. പിന്നെ അന്ന് ധരിക്കാനുള്ള ഡ്രസ്സ് ഇസ്തിരിയിടാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ മുഴങ്ങി. അവൾ ചെന്ന് വാതിൽ തുറന്നു. കാൻവാസ് ഷൂ അഴിച്ചു വെച്ചിട്ട് ആദർശ് സിറ്റൗട്ടിലേക്ക് കയറി വന്നു. സ്വാതി അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. തണുപ്പുണ്ടായിരുന്നെങ്കിലും വേഗം നടന്നുകൊണ്ടാവാം അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. അവളൊന്നും മിണ്ടിയില്ല. ആദർശ് കുളിച്ച് വേഷം മാറി വന്നപ്പോഴേക്ക് അവൾ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിരുന്നു. ശ്യാം കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. മൊബൈൽ കൊണ്ടുപോയില്ലായിരുന്നോ അല്ലേ? അവൾ സാധാരണ മട്ടിൽ പറഞ്ഞു. എടുക്കാൻ മറന്നു. എന്തിനാ ശ്യാം വിളിച്ചത്? ഒന്നുമില്ല. ഇന്നലെ ഗാഥയ്ക്ക് കുറേ ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്തില്ലേ, അതിന് താങ്ക്സ് പറയാൻ. ആദർശ് മിണ്ടാനാവാതെ ഇരുന്നു. അയാളുടെ മുഖത്തു നിന്ന് പലതും വായിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വാതിയും ഇരുന്നു. ഫ്രൂട്ട്സിനൊക്കെ ഇപ്പം വലിയ വിലയാ അല്ലേ ചേട്ടാ? സാധാരണ മട്ടിൽ സ്വാതി ചോദിച്ചു. അതെ, പക്ഷേ അവൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയാതെ ആദർശ് മറുപടി പറയാനാവാതെ വിമ്മിഷ്ടപ്പെട്ടു. പക്ഷേ എത്ര വില കൂടിയാലും ആവശ്യം നടക്കണ്ടേ? നമ്മൾ മേടിച്ചു പോകും, പ്രത്യേകിച്ചും ഇത്തരം എമർജൻസി ഘട്ടങ്ങളിൽ. ഗാഥയ്ക്ക് രക്തക്കുറവുണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ആദർശ് ഒന്ന് ചിരിച്ചു. അത് ഒരു വിളറിയ ചിരിയായിരുന്നു. ശ്യാംകുമാർ ഇപ്പോൾ ആദർശ് ചേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ടല്ലേ? അപ്പോൾ ശ്യാംകുമാർ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഗാഥയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ആദർശ് ചേട്ടൻ്റെ കടമയാണ്. മനവച്ചാണോ അവൾ സംസാരിക്കുന്നതെന്ന് അയാൾ സംശയിച്ചു. നീ എന്താ സ്വാതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് മാത്രം ഇപ്പോൾ എന്തുണ്ടായി? അയ്യോ, അതിന് ഞാനെന്ത് സംസാരിച്ചു? ആദർശിനോട് ഞാൻ ആവശ്യപ്പെട്ടതേയില്ല. എന്നിട്ടും ആദർശ് ഗാഥയ്ക്ക് വേണ്ടി പലതരം ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നു കൊടുത്തു. ഇത്തരം ഒരു ഫ്രണ്ടിനെ കിട്ടിയത് വലിയ ഭാഗ്യമാണെന്നാണ് ശ്യാംകുമാർ പറഞ്ഞത്. എന്താണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ഒരു പിടിവിളി കെട്ടിയതുപോലെ അയാൾ ചോദിച്ചു. എന്തുകൊണ്ടാണ്? ഭാര്യമാരുടെ മനഃശാസ്ത്രം ശ്യാമിനറിയാം. മനസ്സിലായില്ല. ശ്യാം പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് കൊടുത്തതെന്ന് നീ അറിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾക്കറിയാം. എന്താ, എൻ്റെ ഹസ്ബൻഡ് അയാളുടെ വേലക്കാരനാണെന്നോ എന്ന് നിനക്ക് തോന്നിയെങ്കിലോ എന്ന് ഭയന്നാണ് ശ്യാം അത് മറച്ചു വെച്ചത്. ആദർശ് പറയുന്നതാണോ സത്യം എന്ന് സ്വാതി ഒരു നിമിഷം സംശയിച്ചു. ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ നിങ്ങൾ ആണുങ്ങളൊക്കെ മണ്ടന്മാരാ, സ്വാതി പറഞ്ഞു. അതെന്താ? വല്ലവൻ്റെയും നെല്ലിന് കള പറിക്കുക എന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങൾ രണ്ടുപേരും അതാണ് ചെയ്യുന്നത്. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. ആരുടെയോ കുഞ്ഞ്, അത് തൻ്റേതാണെന്ന് വിശ്വസിച്ച് ശ്യാംകുമാർ പൂനെയിലിരുന്ന് തീ തിന്നുന്നു. ആദർശ് മിണ്ടിയില്ല. ആരുടെയോ കുഞ്ഞ്, അത് ശ്യാംകുമാറിൻ്റേതല്ലെന്ന് അറിയാമെങ്കിലും ചേട്ടൻ അവൾക്കും കുഞ്ഞിനും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു.
ശ്യാംകുമാറിന് വേണ്ടിയല്ല, തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഗാഥയ്ക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഗാഥയുടെ വയറ്റിൽ വളരുന്നത് ആരുടെയോ കുഞ്ഞായിക്കോട്ടെ, പക്ഷേ അവൾ ശ്യാമിൻ്റെ വൈഫല്ലേ? അതുമാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, ആദർശ് പറഞ്ഞു. പക്ഷേ ഗാഥ ഒരു മനസാക്ഷിയില്ലാത്ത പെണ്ണാണ്. എനിക്ക് അവളോട് ഒട്ടും സഹതാപം തോന്നുന്നില്ല. അതെന്താ? കാമുകൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചുകൊണ്ട് അവൾ ശ്യാംകുമാറിൻ്റെ കൈ പിടിക്കാൻ കതിർ മണ്ഡപത്തിലേക്ക് കയറി വരാൻ പാടില്ലായിരുന്നു. അവൾ ചെയ്തത് വഞ്ചനയാണ്, ക്രൂരതയാണ്. താൻ ഗർഭിണിയാണെന്ന് അവൾ അറിഞ്ഞപ്പോൾ വളരെ വൈകിപ്പോയി കാണും. അതറിഞ്ഞപ്പോൾ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാൽ രണ്ടു കൂട്ടർക്കും വൻ നാണക്കേട് സംഭവിക്കില്ലേ? അതുകൊണ്ടായിരിക്കും അവൾ. അതൊന്നും ഒരു ന്യായീകരണമല്ല ചേട്ടാ. ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലാകുന്നത് സ്വാഭാവികമാണ്. അതിന് ആരെയും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അരുതാത്തതൊന്നും വിവാഹത്തിന് മുമ്പ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. തെറ്റ് ചെയ്തവളാണ് ഗാഥ, സ്വാതി സമർത്ഥിച്ചു. ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതായിരിക്കും. ലോകമുണ്ടായ കാലം മുതലേ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ശരിയല്ലേ? ആദർശ് ചോദിച്ചു. സ്വാതി അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോൾ ചേട്ടൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? എന്താണ്? ഗാഥയെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഏയ്, ഞാൻ അവളെ ന്യായീകരിക്കുകയല്ല. ശ്യാമിൻ്റെ ഭാര്യയാണവൾ, അതുമാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒളിച്ചുകളി അവസാനിക്കാൻ അധിക കാലമൊന്നും വേണ്ടിവരില്ലെന്ന് എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് പറയുന്നു. എന്ത് ഒളിച്ചുകളി? ആദർശ് നേർത്ത ഭീതിയോടെ സ്വാതിയെ നോക്കി. ഒരു സ്കാൻ റിപ്പോർട്ട് ഇതുവരെ ശ്യാംകുമാറിൻ്റെ ശ്രദ്ധയിൽ എന്തുകൊണ്ടോ പെട്ടില്ല. പക്ഷേ അടുത്ത തവണ പോകുമ്പോൾ റിപ്പോർട്ട് അയാളുടെ കയ്യിലായിരിക്കും കിട്ടുക. വായിച്ചു നോക്കുമ്പോൾ സത്യം അറിയാതിരിക്കുമോ? ആദർശിന് മിണ്ടാൻ കഴിഞ്ഞില്ല. പോട്ടെ, സ്കാൻ റിപ്പോർട്ട് കണ്ടാലും പ്രധാന കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് വരാം. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ 9ാം മാസത്തിൽ അവൾ പ്രസവിക്കുമ്പോഴോ? അത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ. ആദർശിൻ്റെ നാവ് വരണ്ടു. അതിന് മറുപടി പറയേണ്ടി വരും ഗാഥയ്ക്ക്. അവൾക്കപ്പോൾ കാമുകനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഡൈവേഴ്സിൻ്റെ മണം ഇപ്പോൾ തന്നെ അടിക്കുന്നുണ്ട്, സ്വാതി പറഞ്ഞു. എങ്കിൽ ഒന്നല്ല 2 ഡൈവേഴ്സുകളായിരിക്കും നടക്കുക എന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. ഈ പറയുന്ന നിൻ്റെയും കഴുത്തിലെ താലിച്ചരട് അറ്റുപോകും. സംസാരിച്ചിരുന്നാൽ ബാങ്കിൽ ചെല്ലുമ്പോൾ ഇന്ന് ലേറ്റായിന്ന് വരും, അയാൾ പെട്ടെന്ന് പറഞ്ഞു. അത് നേരാ. നമ്മളെന്തിനാ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വെറുതെ? ആ ചർച്ച അങ്ങനെ അവിടെ അവസാനിച്ചു. ആദർശ് കുളി കഴിഞ്ഞ് വേഷം മാറി വന്നപ്പോഴേക്കും സ്വാതി ബാങ്കിലേക്ക് പോകാൻ ഡ്രസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാതൽ കഴിച്ചു. ഗാഥയെക്കുറിച്ച് അറിയാതെയെങ്കിലും സംസാരമുണ്ടാകുമോ എന്ന് അയാൾ ആശങ്കപ്പെടാതിരുന്നില്ല. പക്ഷേ അതേക്കുറിച്ച് സ്വാതി മിണ്ടിയതേയില്ല. 9:30 മുമ്പ് അയാൾ അവളെ ബാങ്കിൽ കൊണ്ടുചെന്ന് വിട്ടു. ഇനി നേരെ എറണാകുളത്തിനല്ലേ? അവൾ ചോദിച്ചു. അതെ. എന്താ ചോദിച്ചേ? അല്ല, ഓഫീസിലേക്കാണോ അതോ വർക്ക് സൈറ്റിലേക്കാണോ എന്നറിയാൻ ചോദിച്ചതാ. ഓഫീസിൽ ചെന്നിട്ടേ വർക്ക് സൈറ്റിലേക്ക് പോകൂ. അധികം വെയിൽ കൊള്ളാതെ നോക്കണം. മുഖത്തിന് 2 ദിവസമായി കരിവാളിപ്പുണ്ട്. ഓ അതോ? ഹെൽമെറ്റ് വയ്ക്കാറുണ്ട്. എന്നാലും മുഖത്ത് തന്നെ വെയിലടിക്കും. ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിനക്കും ശ്യാമിനുമൊക്കെ എന്ത് സുഖമാണ്. AC റൂമിലിരുന്ന് വർക്ക് ചെയ്യാം. വെയിലത്തും മഴയും ഒന്നും കൊള്ളണ്ട. ഞങ്ങളെ ശരിക്കും അധ്വാനിക്കുന്ന വർഗം, അയാൾ പറഞ്ഞ തമാശ കേട്ട് അവൾ ചിരിച്ചു. ചെല്ല്, സമയമായി. ശരി, ഇറങ്ങാറാകുമ്പോൾ വിളിക്കേ. ആദർശിൻ്റെ കാർ റോഡിലെ ട്രാഫിക്കിലേക്ക് കയറി പോകുന്നത് നോക്കി സ്വാതി ഒരു നിമിഷം നിന്നു. പിന്നെ അവൾ ബാങ്കിലേക്ക് കയറി ചെന്നു. ഓഫീസർമാരിൽ ചിലരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്വീപ്പർ മുത്തുലക്ഷ്മി ഫർണിച്ചറും കൗണ്ടറുമൊക്കെ തുറച്ച് വൃത്തിയാക്കി കഴിഞ്ഞിരുന്നില്ല. അവൾ പെട്ടെന്ന് സീറ്റിലിരുന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. അപ്പോഴാണ് ഉമാദേവി ബാങ്കിൻ്റെ മുൻവാതിൽ തുറന്ന് കയറി വന്നത്. ഗുഡ് മോർണിംഗ് ചേച്ചി. അവർ അടുത്ത് വന്നപ്പോൾ സ്വാതി അഭിവാദനം ചെയ്തു. ഗുഡ് മോർണിംഗ്. സ്വാതി ഒന്ന് നേരത്തെ വന്നോ? ഇല്ല ചേച്ചി, ഒരു 5 മിനിറ്റ് ആയി കാണും. ഹാൻഡ് ബാഗ് സൈഡ് ടേബിളിൽ വെച്ചിട്ട് ഉമാദേവി അവരുടെ കൂടെ കസേരയിലിരുന്നു. ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ടാണ് വരുന്നത്, അവർ പറഞ്ഞു. ചന്ദനക്കുറി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ചുവന്ന പൊട്ടിന് മീതെ ചെറിയ ചന്ദനക്കുറി ഉണ്ടായിരുന്നു ഉമാദേവിയുടെ നെറ്റിയിൽ. ഞാനും ഗോപിയേട്ടനും കൂടെ പോയത്. അതാ ഇന്നിത്തിരി വൈകിയ. സാധാരണ സ്വാതിയേക്കാൾ മുമ്പേ ഉമാദേവി വരാറുള്ളതാണ്. ഇന്നെന്താ വിശേഷം വല്ലതുമുണ്ടോ? സ്വാതി വെറുതെ ചോദിച്ചു. ചെറിയൊരു വിശേഷമുണ്ട്. ഗോപിയേട്ടൻ്റെ പിറന്നാളാന്ന്. ലേശമൊരു ലജയുടെയാണ് ഉമാദേവി പറഞ്ഞത്. അതെയോ? അപ്പോഴിന്ന് ആഘോഷമൊക്കെ കാണുമല്ലോ. ഗോപിയേട്ടനും ഞാനും മാത്രം. എന്താഘോഷം? ഭക്ഷണം കഴിക്കാൻ രാത്രിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോകും. മോൾ വീട്ടിലുണ്ടെങ്കിൽ സംഭവം കൂടുതൽ വിപുലമായേനെ. സ്വാതി ചിരിച്ചു. ഇന്നലെ തന്നെ അച്ഛനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊറിയറിൽ വന്നു. ഗോപിയേട്ടനാണെങ്കിൽ ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ല. പിന്നെ എന്നെ പിണക്കണ്ടെന്ന് കരുതിയ അമ്പലത്തിൽ കൂടെ വരുന്നത്. ആദർശ് ചേട്ടൻ അങ്ങനെയല്ല. കാറിൽ പോകുമ്പോൾ ഏതെങ്കിലും അമ്പലമോ പള്ളിയോ കണ്ടാൽ അറിയാതെ ദൈവത്തെ സ്മരിക്കുന്നത് കാണാം, അവൾ പറഞ്ഞു. നല്ലതേ വരൂ എന്നൊരു കോൺഫിഡൻസ് കിട്ടാൻ ദൈവവിശ്വാസം നല്ലതാ സ്വാതി. താൻ പാതി ദൈവം പാതി എന്നല്ലേ? നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ് അത്. ഞാനും ദൈവവിശ്വാസിയെ ചേച്ചി. ഗോപിയേട്ടൻ്റെ പേരും നാളും പറഞ്ഞുകൊടുത്ത് ഒരു അർച്ചന കഴിപ്പിച്ചാൽ തന്നെ മനസ്സിന് വലിയ ആശ്വാസം കിട്ടി. പ്രായമായി വരികയല്ലേ. ഇനി ഓരോരോ അസുഖങ്ങൾ തലപ്പൊക്കാൻ തുടങ്ങും. ഏതാണ് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ നക്ഷത്രം? ഭരണി. ശ്യാമേൻ്റെ അതേ നക്ഷത്രം. എന്താണ് ഓർക്കുന്നത്? അവളുടെ മുഖഭാവം കണ്ട് ഉമാദേവി ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി. അടുത്ത മാസത്തിലാണ് എൻ്റെ പിറന്നാൾ. വൃശ്ചികത്തിലെ അവിട്ടം. സ്വാതി വിശ്വാസം വരാതെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവിട്ടമോ? അതെ. എന്താ സ്വാതി? ഭരണിയും അവിട്ടവും തമ്മിൽ ഒട്ടും ജാതക പൊരുത്തമില്ലെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. ഉമാദേവി ഒന്ന് ചിരിച്ചു.
ജ്യോത്സ്യന്മാരുടെ അംഗീകാരം കിട്ടാത്ത കല്യാണമായിരുന്നു ഞങ്ങളുടേത്. മദ്യമരഞ്ചു ദോഷം, വേർപാട്, വിരഹം, മരണം എന്നൊക്കെ പറഞ്ഞ് കുറേ ചൊടിപ്പിച്ചു. പക്ഷേ ഗോപിയേട്ടൻ ഉറച്ചു നിന്നു. ഞാൻ പറഞ്ഞില്ലേ, ഗോപിയേട്ടന് ഈ വക കാര്യങ്ങളിൽ ഒരു വിശ്വാസവുമില്ലായിരുന്നു. ചേച്ചിക്കോ? എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കാത്തിരുന്നാണ് മനസ്സിനിണങ്ങിയ ഒരു പ്രൊപ്പോസൽ വന്നത്. അത് വിട്ടുകളയാൻ ഞാൻ തയ്യാറായില്ല. വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും കല്യാണം നടന്നു. മിണ്ടാനാവാതെ സ്വാധീനിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത് 20ാമത്തെ വർഷമാണ്. ഒരു തവണ മാത്രം എനിക്ക് 2 കൊല്ലം ചെന്നൈ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടെ വർക്ക് ചെയ്യേണ്ടി വന്നു. അതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വേർപാടും ഉണ്ടായിട്ടില്ല. ശ്യാമേട്ടൻ കുറച്ചുകൂടി ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ. തൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. മനപ്പൊരുത്തമാ സ്വാതി പ്രധാനം. എല്ലാ ജ്യോത്സ്യന്മാരും അക്കാര്യം പറയാറുണ്ട്. സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നവർ ഒരു കാരണവശാലും ജാതകപ്പൊരുത്തം നോക്കേണ്ടതില്ല. കാരണം അവർ തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടാവുമല്ലോ. അറിയാതെ സ്വാതിയുടെ നെഞ്ചിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം ഉയർന്നു. അവൾ പിന്നെ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രാവിലെ ഭക്ഷണം കഴിച്ച് ഗാഥ ബെഡിലിരിക്കുമ്പോഴാണ് റൗണ്ട്സിന് ഡോക്ടർ മോളി ചാക്കോ വന്നത്. ഡോക്ടറെ കണ്ട് അവൾ കിടക്കാൻ ശ്രമിച്ചു. വേണ്ട, ഇരുന്നോളൂ. ഇപ്പോൾ എങ്ങനെയുണ്ട് ഗാഥ? ഡോക്ടർ തിരക്കി. കുഴപ്പമൊന്നുമില്ല ഡോക്ടർ, അവൾ പറഞ്ഞു. യമുനയും സൗമിനിയും നിശബ്ദരായി നിന്നതേയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഗാഥയ്ക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ ഡിസ്ചാർജിന് എഴുതിയിട്ടുണ്ട്. ശരി ഡോക്ടർ, അവൾ മെല്ലെ തലകുലുക്കി. അമ്മമാർ രണ്ടുപേരും പേടിച്ചുപോയി അല്ലേ? ഡോക്ടർ ചോദിച്ചു. സൗമിനിയും യമുനയും പുഞ്ചിരിച്ചു. പേടിച്ചുപോയി ഡോക്ടർ. ആദ്യമായിട്ടല്ലേ, എന്ത് ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു, യമുന പറഞ്ഞു. തൽക്കാലം പേടിക്കാനൊന്നുമില്ല. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതി. സ്റ്റെപ്പ് കയറാൻ പാടില്ല. സാവധാനം നടക്കാം. യാത്രയും വേണ്ട. 1 മാസം കഴിയാറാകുമ്പോൾ ഒന്നുകൂടെ വരണം. പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ ജോലിക്ക് പോകാം. ശരി ഡോക്ടർ. 2 തരം ടാബ്ലറ്റ് ഇവിടുന്ന് തരും. അത് മുടങ്ങാതെ കഴിക്കണം. ഡോക്ടറും നഴ്സുമാരും പോയി. നമ്മൾ രണ്ടുപേരും കൂടി മോളെ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകും യമുനെ? സൗമ്യ ടീച്ചർ ആശങ്കയോട് ചോദിച്ചു. ഇവിടുന്ന് ആംബുലൻസ് കിട്ടുമല്ലോ, യമുന പറഞ്ഞു. ഇനി ആംബുലൻസ് വേണ്ട, നമുക്കൊരു ടാക്സി വിളിക്കാം. എന്നാലും ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. യമുന മിണ്ടിയില്ല. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാലും സാർ വരുമ്പോഴേക്ക് 7-8 മണിയെങ്കിലും ആകും. നമുക്ക് ആദർശനോട് പറഞ്ഞാലോ? എറണാകുളത്തല്ലേ, പെട്ടെന്ന് വരും, സൗമിനി പറഞ്ഞു. ആദർശന് ബുദ്ധിമുട്ടായാലോ? യമുന മടിച്ചു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. സഹായിക്കാൻ നല്ല മനസ്സുള്ള ചെറുപ്പക്കാരനാ ആദർശ്. മൊബൈൽ താ, ഞാൻ പറയാം. യമുന പിന്നെ എതിർത്തില്ല. ആദർശിൻ്റെ നമ്പർ എടുത്ത് മൊബൈൽ സൗമിനിയെ ഏൽപ്പിച്ചു. ഗാഥ ഒരക്ഷരം പോലും മിണ്ടിയില്ല. തീരുമാനങ്ങൾ അവർ അമ്മമാർക്ക് വിട്ടുകൊടുത്തു. ഹലോ, എന്താ അമ്മേ? ഉടൻ ആദർശ് കോളെടുത്തു. ഇത് ശ്യാമിൻ്റെ അമ്മയാ. ഗാഥയ്ക്ക് ഡിസ്ചാർജായി. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ എങ്ങനെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നേ? ആദർശിന് അസൗകര്യമൊന്നുമില്ലെങ്കിൽ. ഒരു അസൗകര്യവുമില്ല അമ്മേ, ഞാനിതാ വരുന്നു. അയാൾ കോൾ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, അവനൊരു ബുദ്ധിമുട്ടുമില്ല, ഉടൻ വരും, സൗമിനി പുഞ്ചിരിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദർശ് ക്രസൻറ്റ് ഹോസ്പിറ്റലിലെത്തി. അപ്പോഴേക്ക് ബില്ലടിച്ച് സാധനങ്ങളെല്ലാം ബാഗിലാക്കി അവർ തയ്യാറായി നിന്നിരുന്നു. ഗാഥ ചുരിദാറിലേക്ക് വേഷം മാറിയിരുന്നു. ആദർശ് അവളെ ഒന്ന് നോക്കി. അവൾ മെല്ലെ മുഖം കുനിച്ചു. പോകാമല്ലേ? അയാൾ ചോദിച്ചു. പോകാം. ഞാൻ ബാഗുകൾ എടുത്തോളാം. ഗാഥയുടെ കൂടെ അമ്മമാർ നിന്നാൽ മതി. അവൾ മുറിയിൽ നിന്നിറങ്ങി. ഗാഥയുടെ ഇരുവശത്തുമായി യമുനയും സൗമിനിയും നടന്നു. ലിഫ്റ്റ് വഴി അവർ താഴെ എത്തിയപ്പോൾ ആദർശ് ചെന്ന് ബാഗുകൾ കാറിൽ വെച്ചു. ബാക്ക് സീറ്റിൽ അമ്മമാരുടെ നടുവിലായി ഗാഥ ഇരുന്നു. കാർ വളരെ ശ്രദ്ധിച്ചാണ് അയാൾ ഓടിച്ചത്. വേഗം കുറിച്ച് കുഴികളും പമ്പുകളും നോക്കി. വീട്ടിൽ ചെന്നപ്പോൾ യമുന ബാഗിൽ നിന്ന് താക്കോലെടുത്തു മുൻവാതിൽ തുറന്നു. താഴത്തെ നിലയായതുകൊണ്ട് രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? പടി കയറരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അവർ അവളെ ബെഡ്റൂമിൽ കൊണ്ടുചെന്ന് കിടത്തി. കാറിൽ നിന്ന് 2 ബാഗുകളും ആദർശ് എടുത്തുകൊണ്ടുവന്നു. ഗാഥ ബെഡിൽ കണ്ണുകളടച്ച് കിടന്നു. ആദർശിനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് മടിയായിരുന്നു. അവളെ ഒറ്റയ്ക്കൊന്ന് കിട്ടാൻ അയാൾക്ക് കൊതിയുമായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരട്ടെ? അയാൾ ചോദിച്ചു. അത് വേണ്ട, ഞാൻ ചോറ് വയ്ക്കാം, യമുന പറഞ്ഞു. മണി ഇപ്പോൾ 12 കഴിഞ്ഞില്ല അമ്മേ. ഇനി ചോറും കറികളൊക്കെ വച്ച് വരുമ്പോഴേക്കും 2 മണിയെങ്കിലും ആകും. അതുവരെ ഗാഥയെ ഇരുത്തണോ? അത് നേരാ. 2 മീൽസ് പാഴ്സൽ മേടിച്ചാൽ മതി ആദർശേ. ഞങ്ങൾ 3 പേർക്ക് അത് മതി, സൗമിനി പറഞ്ഞു. ഇപ്പം ഞാൻ വരാം. ആദർശ് അപ്പോൾ തന്നെ പോയി. 2 ഊണ് പാഴ്സലായി വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ സൗമിനിയാണ് വാതിൽ തുറന്നു കൊടുത്തത്. കുളിക്കാനായി അവർ മുടിയിൽ എണ്ണ പുരട്ടിയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ, കുളിക്കാമെന്ന് വിചാരിച്ചു. ആദർശ് ഇരിക്കേ. അമ്മ എവിടെ? കിച്ചണിലുണ്ട്. കുടിക്കാൻ വെള്ളം തിളപ്പിക്കുകയാണ്. പാഴ്സൽ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് സൗമിനി ബാത്റൂമിലേക്ക് പോയി. ആദർശ് ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. സൗമ്യ ടീച്ചർ കുളി കഴിഞ്ഞ് വരാൻ സമയമെടുക്കും. അയാൾ വേഗം ഗാഥയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ കിടക്കുകയായിരുന്നു. അയാളെ കണ്ട് അവൾ അറിയാതെ ഒന്ന് ഞെട്ടി. ആദർശ്, അവൾ ഭയത്തോടെ വിളിച്ചു. പേടിക്കണ്ട, ശ്യാമിൻ്റെ അമ്മ കുളിക്കാൻ പോയി. നിന്റെ അമ്മ എന്നെ ഇവിടെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അയാൾ അവളുടെ ബെഡിൻ്റെ വക്കിലിരുന്നു. ഗാഥ, അയാൾ അവളുടെ കൈയെടുത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തിനാണ് നീ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ആദർശിൻ്റെ സ്വരം ഇടറിപ്പോയി. അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞ വേദന അവൾ കണ്ടു. എന്ത് സത്യം? അവൾ വീണ്ടും അജ്ഞത നടിച്ചു. ഞാൻ ഇനി തുറന്നു ചോദിക്കണോ? വിവാഹത്തിന് മുമ്പേ നീ ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ആദർശനോട് ആര് പറഞ്ഞതൊക്കെ? അവൾ ഉത്കണ്ഠയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. സ്വാതി? സ്വാതി? അവൾ വീണ്ടും ഞെട്ടി. അതെ, വേറൊന്നും പറഞ്ഞിട്ടില്ല.
സ്വാതി സ്കാൻ റിപ്പോർട്ട് കണ്ട കാര്യം അയാൾ അവളോട് പറഞ്ഞു. പേടിക്കണ്ട, അവൾ ആരോടും പറയില്ല. ഒന്നും മിണ്ടാതെ ഗാഥ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. എന്തുകൊണ്ട് നീ എന്നോട് ഇക്കാര്യം പറഞ്ഞില്ല? എനിക്കറിയില്ലായിരുന്നു. എന്നുവെച്ചാൽ? സംശയമുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷമാണ് കൺഫേം ചെയ്തത്. എന്തൊരു വിധി, അയാൾ സ്വയം പരിതപിച്ചു. ഇനി പറഞ്ഞിട്ട് എന്താണ് ഫലം? എന്നാലും ഞാൻ നീറി പുകയുകയാണ് ആദർശ്. എല്ലാം ശ്യാംചേട്ടനോട് പറഞ്ഞാലോ എന്ന് പലവട്ടം ആലോചിച്ചതാണ്. പക്ഷേ ധൈര്യം വന്നില്ല. നമ്മുടെ രണ്ടുപേരുടെയും മാത്രമല്ല, ശ്യാംചേട്ടൻ്റെയും സ്വാതിയുടെയും ജീവിതം കൂടിയല്ലേ തകരുക. അയാൾ മിണ്ടിയില്ല. പിന്നെ 2 കുടുംബങ്ങൾ, അവർക്ക് താങ്ങാൻ കഴിയുമോ ഇത്? ഇനി എന്ത് ചെയ്യും? എനിക്കറിയില്ല ആദർശ്, അവൾ കരഞ്ഞു. ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിതെന്ന്. ദൈവം തന്ന ശിക്ഷയല്ല അത്. ആയിരുന്നെങ്കിൽ. എന്നാലും എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സമാധാനമായി. നിൻ്റെ മാത്രം കുഞ്ഞിലല്ലോ ഗാഥ. ഞാനൊരു ശപിക്കപ്പെട്ടവളാണ് ആദർശ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയല്ലേ. അയാൾ കൈയുയർത്തി അവളുടെ വിരലുകളിൽ ഉമ്മ വെച്ചു. എനിക്ക് ആദർശിനോട് ഒരപേക്ഷയുണ്ട്. പറഞ്ഞാൽ തള്ളിക്കളയുമോ? എന്താണ്? എനിക്ക് വാക്ക് തരണം. പറയൂ. ഇനി നമ്മൾ തമ്മിൽ കാണരുത് ഗാഥ. എത്രയും വേഗം എന്തെങ്കിലും കാരണം പറഞ്ഞ് ആദർശ് ഇവിടുന്ന് താമസം മാറി ദൂരെ എങ്ങോട്ടെങ്കിലും പോകണം, അവൾ അപേക്ഷിച്ചു. എനിക്കതിന് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറ്റണം. അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങളുണ്ടാവും ഗാഥ. അയാൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പെട്ടെന്നാണ് വാതിലിനടുത്ത് ഒരു മുരടനക്കം കേട്ടത്. 2 പേരും അവിടേക്ക് നോക്കി. യമുനയായിരുന്നു അത്. ആദർശ് പെട്ടെന്ന് എഴുന്നേറ്റു. യമുന അകത്തേക്ക് കയറി വന്നു. അവളുടെ മുഖം ഇരുണ്ടിരുന്നു. ഞാൻ ഗാഥയോട് ആദർശ് പറയാൻ ശ്രമിച്ചു. ആദർശ് പോയിക്കോളൂ, ഒട്ടും മയമില്ലാത്ത സ്വരത്തിൽ യമുന പറഞ്ഞു. അപ്പോൾ ഗാഥയെ ഒന്ന് നോക്കിയിട്ട് തലകുനിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്ത് ബുദ്ധിയില്ലായ്മയെ മോളെ നീ കാണിച്ചത്. ശ്യാമിൻ്റെ അമ്മ ഇതുവല്ലതും കണ്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ അത് അമ്മേ. അവൻ കയറി വന്നപ്പോൾ നീ അപ്പോൾ തന്നെ പറഞ്ഞു വിടണമായിരുന്നു. നിൻ്റെ കയ്യിലാ കുറ്റം. പക്ഷേ അമ്മേ, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശാണ്. ഞാനെങ്ങനെ ഇറക്കി വിടും? യമുന നടുങ്ങി. അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വാതിൽ തുറന്നു കിടക്കുന്നു. ഡോർ കർട്ടൻ അനങ്ങുന്നു. യമുന ഭീതിയോടെ വാതിലിനടുത്തേക്ക് പാഞ്ഞു ചെന്നു. ഭാഗ്യത്തിന് ബെഡ്റൂമിന് വെളിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഫാനിൻ്റെ കാറ്റിൽ ഡോർ കർട്ടൻ അനങ്ങിയതായിരുന്നു. ഒന്നുകൂടി ഉറപ്പാക്കാൻ സൗമ്യ ടീച്ചർ ഉപയോഗിക്കുന്ന മുറിയിലേക്ക് ചെന്ന് അവർ നോക്കി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഗാഥയുടെ അടുത്തേക്ക് യമുന വീണ്ടും ചെന്നു. അപ്പോഴും അവരുടെ കാലുകളുടെ വിറയൽ മാറിയിരുന്നില്ല. മോളെ, എന്തുവാ നീ പറഞ്ഞത്? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്? സത്യമാണമ്മേ ഞാൻ പറഞ്ഞത്. ആദർശിൻ്റെ കുഞ്ഞാണ്. അത് ആദർശം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്നിട്ട് നീ എന്താണ് മോളെ ശ്യാം ചേട്ടനുമായുള്ള കല്യാണം തീരുമാനിക്കുമ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ മോളെ, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ യമുന അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല അമ്മേ. സംഭവിച്ചു പോയതാണ്. ഒരിക്കൽ മാത്രം. ഒട്ടും ഖേദത്തോടെയല്ല ഗാഥ അത് പറഞ്ഞത്. അവളുടെ മുഖത്ത് ഒട്ടും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. നിനക്ക് എന്നോടൊരു വാക്കു പറയാമായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തുകയില്ലായിരുന്നു. ഇത് ചതിയല്ലേ, വഞ്ചനയല്ലേ. ദൈവം പോലും ക്ഷമിക്കത്തില്ല. എന്തോ ഓർത്തതുപോലെ അവർ ചെന്ന് വാതിലടച്ചു. സൗമ്യ ടീച്ചർ പെട്ടെന്ന് കയറി വന്നാൽ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശ്യാംചേട്ടനെ കല്യാണം കഴിക്കില്ലായിരുന്നു. അവനോ അവൻ്റെ വീട്ടുകാർക്കോ ഒരു തുമ്പ് കിട്ടിയാൽ. ആ ഓർമ്മയിൽ യമുന ഒന്ന് ഞെട്ടി. എനിക്ക് പേടിയില്ലമ്മേ. പക്ഷേ എനിക്ക് പേടിയാണ് മോളെ. എനിക്ക് പേടിയില്ലമ്മേ. എന്തു വന്നാലും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ. അത് നിൻ്റെ കാര്യം. എത്ര ആഗ്രഹത്തോടെയാണ് നിൻ്റെ കല്യാണം ഞാൻ നടത്തിയത്. നിൻ്റെ ജീവിതം ഇനി സുരക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ നൂൽപാലത്തിലൂടെയാണ് മോളെ നീ ഇപ്പോൾ നടക്കുന്നത്. എത്ര നാൾ നിനക്ക് ഈ രഹസ്യം ആരും അറിയാതെ സൂക്ഷിക്കാൻ പറ്റും? എനിക്കറിയില്ല അമ്മേ. അറിയുമ്പോൾ അറിയട്ടെ. ഞാനിപ്പോൾ അതേക്കുറിച്ചോർത്ത് വേവലാതിപ്പെടുന്നില്ല. ശ്യാംചേട്ടൻ്റെ ഭാര്യയായി ജീവിച്ചുകൊണ്ട് ആദർശിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ഭയത്തോടെ യമുന അവളെ നോക്കി. പിന്നെ എന്ത് ചെയ്യാനും മോളെ നിൻ്റെ ഉദ്ദേശ്യം? ശ്യാംചേട്ടൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സത്യം തുറന്നു പറഞ്ഞാലോ എന്നാണ് ഇപ്പോൾ എൻ്റെ ആലോചന. യമുന പെട്ടെന്ന് ഗാഥയുടെ കയ്യിൽ കയറി പിടിച്ചു. മണ്ടത്തരം കാണിക്കല്ലേ മോളെ. ശ്യാമിനോട് പറയരുത്. സംഭവിച്ചു. മനഃപൂർവ്വമായിരുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത്. ആരും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഒരു അപകടവും സംഭവിക്കത്തില്ല. പക്ഷേ അമ്മ, എൻ്റെ മനസ്സ്, അതേക്കുറിച്ച് എന്താ ഓർക്കാത്തത്? നിറക്കണ്ണുകളോടെ ഗാഥ അമ്മയെ നോക്കി. എനിക്കറിയാം മോളെ. ആരും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നിൻ്റെ മനസ്സ് മാത്രമേ ഉരുകുകയുള്ളൂ. പക്ഷേ എല്ലാവരും അറിഞ്ഞാൽ 2 ദാമ്പത്യങ്ങൾ തകരും. 2 വീട്ടുകാർക്കും മാനക്കേടാകും. ബന്ധം വേർപ്പെടുത്തി പിരിഞ്ഞാൽ ഭർത്താവില്ലാത്ത ദുഃഖവും ബുദ്ധിമുട്ടുകളും അമ്മ വേണ്ടുവോളം അനുഭവിച്ചിട്ടുണ്ട്. ഗാഥ ഒന്നും മിണ്ടിയില്ല. ശ്യാം നിന്നോട് ക്ഷമിക്കുമോ? ഒരിക്കലുമില്ല. അവൻ ഡൈവോഴ്സ് ആവശ്യപ്പെടും. ആദർശാണ് നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നറിയുമ്പോൾ സ്വാതിക്ക് സഹിക്കുമോ? അവൾ ആദർശിനെ ഉപേക്ഷിക്കും. ഗാഥ വേദനയുടെ കണ്ണുകൾ അടച്ചു. യമുന അടുത്തിരുന്ന് അവളുടെ ശിരസിൽ തലോടി. അങ്ങനെ വന്നാൽ ആദർശിനെ നിനക്ക് വീണ്ടും കിട്ടിയേക്കും. പക്ഷേ നീ സ്വാതിയുടെയും ശ്യാമിൻ്റെയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ നിന്നെ ശപിക്കില്ലേ? നിനക്ക് പിന്നെ മനസ്സമാധാനം കിട്ടുമോ മോളെ? അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്നല്ലേ പറയുന്നത്? അമ്മ പേടിക്കണ്ട, ഞാൻ തന്നെ അനുഭവിച്ചോളാം. യമുന ഒരു നിമിഷം നിശബ്ദയായിരുന്നു.
നിങ്ങൾക്ക് രണ്ടു പേർക്കുമല്ലാതെ വേറെ ആർക്കെങ്കിലും ഇക്കാര്യം അറിയാമോ? നിന്റെ കൂട്ടുകാരി ഫൗസിയ? ഫൗസിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ വേറൊരാൾക്കും കൂടി അറിയാം. ശ്യാംചാട്ടിൻ്റെ കുഞ്ഞല്ല എൻ്റെ വയറ്റിൽ വളരുന്നതെന്ന്. ആർക്ക്? സ്വാതിക്ക്. മോളെ! ഞെട്ടിത്തെറിച്ച് യമുന അവളെ നോക്കി ശ്വാസം നിലച്ചതുപോലെ ഇരുന്നു. പക്ഷേ ആദർശിൻ്റെ കുഞ്ഞാണെന്ന കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. അതെങ്ങനെ? അവൾ സ്കാൻ റിപ്പോർട്ട് കണ്ടതും അക്കാര്യം ആദർശിനെ അറിയിച്ചതും അമ്മയോട് ഗാഥ പറഞ്ഞു. അങ്ങനെയാണോ ആദർശ് മനസ്സിലാക്കിയത്? അതെ അമ്മേ, ഞാനായിട്ട് ആദർശിനെ ഇക്കാര്യം അറിയിച്ചിട്ടേയില്ല. യമുന ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വാതിലിൽ ആരോ മുട്ടി. ശ്യാമിൻ്റെ അമ്മയുടെ കുളി കഴിഞ്ഞു കാണും. യമുന എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. സൗമിനിയായിരുന്നു അത്. അവർ മുറിയിലേക്ക് കയറി വന്നു. നാളെ എൻ്റെ ലീവ് തീരുകയാണല്ലോ യമുനെ. എന്തു വേണം? കുറച്ച് ദിവസം കൂടി നീട്ടണോ അതോ? അവർ ചോദിച്ചു. ലീവ് നീട്ടണ്ട ടീച്ചറെ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലേ? ഇനിയിപ്പോൾ ഞാൻ മാത്രം മതി ഇവിടെ, യമുന പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ പോട്ടെ മോളെ, ടീച്ചർ ഗാഥയോട് ചോദിച്ചു. അമ്മ പോയിക്കോ, ഇനി ഒരാളുടെ ആവശ്യമേ ഇവിടെ ഉള്ളൂ. അമ്മ പോന്നതിന് ശേഷമേ അവിടെ അച്ഛൻ്റെ പലയുടെയുമൊക്കെ കാര്യം വലിയ കഷ്ടത്തിലായി കാണും, അവൾ പറഞ്ഞു. സാറിൻ്റെ ആഹാരമൊന്നും ശരിയാകത്തില്ല, അതാ എനിക്ക് വിഷമം. കടയിൽ നിന്ന് ഒരു ചായ പോലും കുടിക്കത്തില്ല, പണ്ടേയുള്ള ശീലമാണ്. അതിനെന്താ, ടീച്ചർ നാളെ പോയിക്കോളൂ, ഇവിടെ ഞാനുണ്ടല്ലോ, ഇവളുടെ അടുത്ത് യമുനയും പറഞ്ഞു. നാളെ സാർ വരാൻ പറയാം, വന്ന് കൊണ്ടുപോകട്ടെ. ഇവിടുന്ന് നേരിട്ട് ബസ് കിട്ടത്തില്ലല്ലോ ആറന്മുളയ്ക്ക്. യമുനയ്ക്ക് ആശ്വാസം തോന്നി. ടീച്ചർ എത്രയും വേഗം ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ആദർശ് അടിക്കടി വരും ഗാഥയെ കാണാൻ. അത് ടീച്ചറിൽ സംശയമുണ്ടാക്കിയാലോ? ഈ മാസം അവസാനം ട്രെയിനിങ് കഴിഞ്ഞ് ശ്യാം വരും. അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആദർശിൻ്റെ പെരുമാറ്റത്തിൽ അവന് എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ. ഈശ്വരന്മാരെ, ഒരപകടവും ഉണ്ടാക്കരുതേ, യമുന ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അയ്യപ്പൻകാവിലെ വർക്ക് സൈറ്റിൽ നിന്ന് ഉച്ചകഴിഞ്ഞാണ് ആദർശ് കൊച്ചിൻ ബിൽഡേഴ്സിൻ്റെ പാലാരിവട്ടത്തുള്ള ഹെഡ് ഓഫീസിൽ വന്നത്. ചീഫ് ആർക്കിടെക്റ്റുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ചീഫ് ആർക്കിടെക്റ്റിനെ കണ്ടു കഴിഞ്ഞ് ഓഫീസിലിരിക്കുമ്പോഴാണ് ഭംഗിയായി വേഷം ധരിച്ച മധ്യവയസ്കരായ ഒരു സ്ത്രീയും പുരുഷനും കയറി വന്നത്. തോപ്പുംപടിയിലെ പണി പൂർത്തിയായ ഫ്ലാറ്റ് ബുക്ക് ചെയ്യാൻ വന്നായിരുന്നു അവർ. സംസാരത്തിൽ നിന്ന് രണ്ടുപേരും ഡോക്ടർമാരാണെന്ന് ആദർശിന് മനസ്സിലായി. ഭർത്താവ് കാർഡിയോളജിസ്റ്റാണ്, ഭാര്യ ഗൈനക്കോളജിസ്റ്റ്. ഡോക്ടർ സാബുവും ഡോക്ടർ പ്രീതിയും. ആദർശ് രണ്ടുപേരെയും പരിചയപ്പെട്ടു. ഡോക്ടർ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്? അയാൾ തിരക്കി. ഞങ്ങൾ രണ്ടുപേരും ജനറൽ ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ കടവന്ത്രയിലാണ് താമസം. മൂത്ത മോൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. മാരേജിന് ശേഷം രണ്ടുപേർക്കും താമസിക്കാനാണ് ഫ്ലാറ്റ്, ഡോക്ടർ സാബു പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. ഡോക്ടർ പ്രീതിയെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെങ്കിൽ എവിടെയാണ് വരേണ്ടത്? ആദർശ് ചോദിച്ചു. എത്ര മാസമായി? ഡോക്ടർ പ്രീതി ചോദിച്ചു. 3 മാസം. കുറച്ച് ദിവസം മുമ്പ് ഒരു ബ്ലീഡിംഗ് ഉണ്ടായി. ഇപ്പോൾ ബെഡ് റെസ്റ്റിലാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നറിയാനാണ്. ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയൂ, അല്ലെങ്കിൽ വീട്ടിൽ. ഈ മാസം മുഴുവൻ ബെഡ് റെസ്റ്റാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൽക്കാലം പേഷ്യൻ്റ് വരണ്ട. ആ സ്കാൻ റിപ്പോർട്ടുകൾ കൊണ്ടുവന്ന് എന്നെ ഒന്ന് കാണിക്ക്, അതൊന്ന് നോക്കാം. താങ്ക് യു ഡോക്ടർ. വിളിച്ചിട്ട് വന്നാൽ മതി. എൻ്റെ നമ്പർ തരാം. ഡോക്ടർ പ്രീതി മൊബൈൽ നമ്പർ ആദർശിന് കൊടുത്തു. മകൻ്റെ മാരേജ് എന്നാണ് ഡോക്ടർ? അയാൾ ചോദിച്ചു. ജനുവരിയിലേ ഉള്ളൂ. അപ്പോഴിനി 2 മാസമുണ്ടല്ലോ. അതിനുള്ളിൽ പെയിൻറ്റിങ് കഴിയും. ഫർണിഷ്ഡ് ഫ്ലാറ്റാണ്. ഡോക്ടർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഫർണിച്ചർ സെലക്ട് ചെയ്ത് തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കാം. താങ്ക് യു ആദർശ്. രണ്ടുപേരും സംതൃപ്തരായാണ് പോയത്. ഗാഥയുടെ സ്കാനിങ് റിപ്പോർട്ടുകൾ വാങ്ങി ഡോക്ടർ പ്രീതിയെ എത്രയും വേഗം കാണിക്കണം. ഇനിയും ബ്ലീഡിങ്ങിനുള്ള സാധ്യതയുണ്ടോ എന്നറിയാമല്ലോ. അത്യാവശ്യം വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കണം. തൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. അതിന് ഒരാപത്തും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് തന്നെ റിപ്പോർട്ട് മേടിക്കണം. നാളെ ചെന്ന് ഡോക്ടറെ കാണാമല്ലോ. ആദർശ് അന്ന് പതിവിൽ നേരത്തെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ മണി 6. 8 മണിയാകാതെ സ്വാതിക്ക് ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പുറത്ത് കാർ പാർക്ക് ചെയ്ത ശേഷം മുകളിലേക്ക് പോകാതെ അയാൾ ഗാഥയെ കാണാൻ ചെന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ യമുനയാണ് വന്ന് വാതിൽ തുറന്നത്. ആദർശിനെ കണ്ട് അവരുടെ മുഖം മങ്ങി. ഗാഥയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയാൾ ചോദിച്ചു. ഇല്ല. യമുന ചിരിക്കുകയോ സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അമ്മേ, ഞാൻ വന്നത്. അയാൾ കാര്യം അവതരിപ്പിക്കാൻ തുടങ്ങി. ആദർശ്, എനിക്കൊരു അപേക്ഷയുണ്ട്, പെട്ടെന്ന് യമുന ഗൗരവത്തിൽ പറഞ്ഞു. എന്താണമ്മേ? ആവശ്യമില്ലാതെ ആദർശ് ഇനി ഇവിടേക്ക് വരരുത്. യമുന പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടിപ്പോയി. എന്താണമ്മേ ഇപ്പോൾ പെട്ടെന്നിങ്ങനെ? അയാൾക്ക് കാര്യം മനസ്സിലായില്ല. ഗാഥയുടെ ക്ഷേമം അന്വേഷിച്ച് ആദർശ് അടിക്കടി വരുന്നതറിഞ്ഞാൽ സാധിക്ക് എന്ത് തോന്നും? ഗാഥയുടെ കാര്യത്തിൽ ആവശ്യത്തിലേറെ താല്പര്യം ആദർശ് എടുക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മുമ്പ് അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യം ആരെങ്കിലും അറിയാനിട വന്നാൽ അത് വേണ്ട. അമ്മേ, അയാൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. വേണ്ട, എനിക്കെല്ലാം അറിയാം. ഒരിക്കൽ മാത്രം ഒരു തെറ്റ് പറ്റിപ്പോയി. അത് മറക്കാം, ക്ഷമിക്കാം. പക്ഷേ ഇനി ഒന്നും ആവർത്തിക്കണ്ട, മനസ്സിലായില്ലേ? ആർക്കും ഒരാപത്തും ഞാൻ വരുത്തില്ല അമ്മേ. എന്നെ ഇങ്ങനെ തടയരുത്. അത് സങ്കടകരമാണ്. ആർക്കും ഒരു സംശയവും ഞാൻ ഉണ്ടാക്കത്തില്ല. വേണ്ട ആദർശ്, ഇനി അവളെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ വേണ്ട കുഞ്ഞെ, നീ പോ. എൻ്റെ മോൾ സ്വസ്ഥമായി ജീവിച്ചോട്ടെ. സൗനി ടീച്ചർ കേൾക്കാതിരിക്കാൻ ശബ്ദം കുറച്ചാണ് യമുന പറഞ്ഞത്. പക്ഷേ സ്വരം ഉറച്ചതും നിർദ്ദേശം കർശനവുമായിരുന്നു. ഒച്ച കേൾപ്പിക്കാതെ യമുന പെട്ടെന്ന് വാതിലടച്ചു. വേദനയുടെ ആദർശ് ഒരു നിമിഷം അവിടെ നിന്നു. പിന്നെ വെളിയിലിറങ്ങി സ്റ്റെയർ കേസിന് നേരെ നടന്നു. മുകളിലെത്തി വാതിൽ തുറന്ന് അയാൾ ബെഡ്റൂമിൽ ചെന്ന് തളർച്ചയോടെ കിടന്നു. 7 ആയപ്പോൾ സ്വാതിയുടെ വിളി വന്നു.
ചേട്ടാ എവിടെയാണ്? വീട്ടിലുണ്ട്. ഞാനൊരു 10 മിനിറ്റിനകം ഇറങ്ങും. ഞാനിതാ വരുന്നു. ആദർശ് വീട് പൊട്ടി അപ്പോൾ തന്നെ കാറെടുത്ത് ഇടപ്പള്ളിയിലേക്ക് പോയി. ബാങ്കിൻ്റെ മുമ്പിലെത്തി അല്പനേരം കാത്തപ്പോൾ സ്വാതി ഇറങ്ങി വന്നു. വന്നിട്ട് ഒത്തിരി നേരമായോ? കാറിലേക്ക് കയറുമ്പോൾ അവൾ ചോദിച്ചു. ഇല്ല. കാഷ് ബാലൻസ് നോക്കിയപ്പോൾ ഒരു 10,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. കാഷ്യർക്ക് പറ്റിയ അബദ്ധമാണ്. അത് ടാലിയാക്കാൻ കുറേ സമയമെടുത്തു. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാൻ പറ്റിയേനെ. ഈ വരുന്ന ശനിയാഴ്ച 4th സാറ്റർഡേ അല്ലേ? നമുക്ക് വീട്ടിലേക്കൊന്ന് പോയാലോ? 4ാമത്തെ ശനിയാഴ്ച ബാങ്കിന് അവധിയാണ്. എല്ലാവരും കാണാനൊരു കൊതി. ശനിയാഴ്ച രാവിലെ കോട്ടയത്തിന് പോകാം. അവിടുന്ന് വൈകുന്നേരം ശൂരനാടിന്. എന്താ, അതല്ലേ നല്ലത്? അവൾ ചോദിച്ചു. അയാളുടെ ഒറ്റവാക്കിലുള്ള മറുപടിയും മോളിലും അവൾ ശ്രദ്ധിക്കാതിരുന്നില്ല. ആദർശ് അത്ര നല്ല മോഡലല്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്തു പറ്റി? സുഖമില്ലേ? തല തിരിച്ചു നോക്കി അവൾ ചോദിച്ചു. ഏയ്, അസുഖമൊന്നുമില്ല. പിന്നെന്താ ഒരു താല്പര്യക്കുറവ് പോലെ? കമ്പനിയിലെ ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു ഞാൻ. ചില പ്രോബ്ലംസ്. എൻ്റെ തലവേദനയല്ല. എന്നാലും അയാളൊരു നുണ പറഞ്ഞു. സ്വാതി അത് വിശ്വസിച്ചു. വീട്ടിൽ ചെന്ന് അയാൾ പതിവ് സ്ഥലത്തെ കാർ കൊണ്ടു ചെന്നിട്ടു. തൊട്ടപ്പുറത്ത് ശ്യാംകുമാറിൻ്റെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് അയാളെ ഓർമ്മ വന്നു. ഇനി 2 ആഴ്ചയിലേറെ കഴിയണം ട്രെയിനിങ് തീർന്ന് തിരിച്ചു വരാൻ. ഗാദിയുടെ കാര്യമല്ലത് അറിഞ്ഞോ? സ്റ്റെയർ കേസ് കയറുമ്പോൾ സ്വാതി തിരക്കി. ഇല്ല. ഇനി കുഴപ്പമൊന്നും വരില്ലായിരിക്കും. ആദർശ് മിണ്ടിയില്ല. അവർ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുക്കുമ്പോൾ കോളിംഗ് ബെല്ല് മുഴങ്ങി. ആദർശ് ചെന്ന് വാതിൽ തുറന്നു. സൗമ്യ ടീച്ചറായിരുന്നു വന്നത്. കയറി വാ ടീച്ചറെ. അയാൾ അവരെ ക്ഷണിച്ചു. സ്വാതി എന്തിയേ? ഞാനിവിടെ ഉണ്ടാമേ. ടീച്ചറുടെ ചോദ്യം കേട്ട് അവൾ സ്വീകരണ മുറിയിലേക്ക് വന്നു. ശ്യാമേട്ടൻ്റെ അമ്മ? അത്താഴം കഴിഞ്ഞോ? ഇല്ലമ്മേ, കഴിക്കാനെല്ലാം എടുത്തു വയ്ക്കുമായിരുന്നു. അമ്മ ഇരിക്കേ, അവൾ പറഞ്ഞു. ഇല്ല മോളെ, ആദർശിൻ്റെ ഒരു ഹെൽപ്പ് വേണം. അത് പറയാൻ വന്നതാ ഞാൻ. എന്താണ് ടീച്ചറെ? അയാൾ ചോദിച്ചു. നാളെ ഞാൻ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ ലീവ് തീർന്നു. വീട്ടിൽ വിളിച്ചപ്പോൾ സാറിന് നാളെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ എറണാകുളം വലിയ പരിചയവുമില്ല. അവിടെ ചെന്നാലേ ബസ് കിട്ടൂ. അതിനെന്താ അമ്മേ? രാവിലെ ആദർശിച്ചേട്ടൻ്റെ കൂടെ പോയാൽ മതി. അമ്മയെ ബസ് കയറ്റി വിടും, സ്വാതി പറഞ്ഞു. കോഴഞ്ചേരിക്കോ ചെങ്ങന്നൂർക്കോ പത്തനംതിട്ടയ്ക്കോ ഉള്ള ബസ് കിട്ടിയാൽ മതി. അവിടെ ചെന്നിട്ട് ഞാൻ 6 മണിക്ക് പോയിക്കോളാം. ട്രെയിനിൽ പോകുന്ന ടീച്ചർ നല്ലത്. ടൗൺ സ്റ്റേഷനിൽ നിന്ന് ചെങ്ങന്നൂർ വഴിയുള്ള ഏതെങ്കിലും എക്സ്പ്രസ് ട്രെയിൻ കിട്ടും, ആദർശ് പറഞ്ഞു. എങ്കിൽ അതാ നല്ലത്. ട്രെയിൻ പോകുന്നതാ സുഖം. അമ്മ നാളെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ തയ്യാറായിരുന്നില്ലേ? അപ്പോഴേക്കും ഞങ്ങൾ വരാം. ശരി മോളെ, രാവിലെ കാണാം. സൗമ്യ ടീച്ചർ പോയി. ശ്യാംകുമാർ പോയ ശേഷം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ആദർശ് ചേട്ടൻ്റെ തലയിലായി. സ്വാതി കളിമട്ടിൽ പറഞ്ഞു. പിന്നെന്തിനാ ഞാൻ ചെന്ന് വിടുമെന്ന് അവരോട് പറഞ്ഞത്? ഇഷ്ടക്കേടോടെ അയാൾ ചോദിച്ചു. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ആർക്കായാലും ചെയ്തു കൊടുക്കണം ചേട്ടാ. പിറ്റേന്ന് രാവിലെ 9 മണിയായപ്പോൾ വീട് പൊട്ടി 2 പേർ ഇറങ്ങി. അവർ താഴെ ചെന്നപ്പോൾ മുൻവാതിൽ അടഞ്ഞു കിടക്കുകയാണ്. നീ ചെന്ന് ടീച്ചറെ വിളിക്കേ, ആദർശ് പറഞ്ഞു. അയാൾ കാർ എടുത്തുകൊണ്ട് വന്നപ്പോൾ ബാഗുമായി സൗമ്യ ടീച്ചർ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം യമുനയും. എങ്കിൽ ഞാൻ പോയിട്ട് വരാം യമുനെ, ടീച്ചർ യാത്ര ചോദിച്ചു. ശരി ടീച്ചറെ, ചെന്നിട്ട് വിളിക്കണേ, യമുന പറഞ്ഞു. വിളിക്കാം. സൗമ്യ ടീച്ചർ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. യമുനയുടെ നേർക്ക് ആദർശ് നോക്കിയത് പോലുമില്ല. സ്വാതിയെ ബാങ്കിൽ കൊണ്ട് ചെന്ന് വിട്ടിട്ട് സൗമ്യയെയും കൊണ്ട് അയാൾ എറണാകുളത്തേക്ക് പോയി. ഞാൻ മനസ്സമാധാനത്തോടെ പോകുന്നത് ആദർശും സ്വാതിയും അവിടെ ഉള്ളതുകൊണ്ടാണ്, സൗമിനി പറഞ്ഞു. അയാളൊന്നും മിണ്ടിയില്ല. ഇന്നലെ രാത്രിയിൽ ശ്യാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനും ഇത് തന്നെ പറഞ്ഞത്. ഒരത്യാവശ്യമുണ്ടായാൽ ഓടിവരാൻ മുകളിൽ ആദർശുണ്ടല്ലോ. ഞങ്ങളുണ്ട് ടീച്ചറെ, ഒരു പേടിയും വേണ്ട. നിങ്ങൾ ഉടനെയെങ്ങാനും വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ശനിയാഴ്ച വീട്ടിലേക്ക് പോകണമെന്ന് സ്വാതി പറഞ്ഞത് അയാൾക്ക് ഓർമ്മ വന്നു. തീരുമാനിച്ചില്ല ടീച്ചറെ, അയാൾ പറഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടായോ? എന്തുവാ എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്കാണ് കാർ ചെന്നത്. ടീച്ചർ വരൂ. ബാഗുമായി സൗമ്യ ഇറങ്ങി. അവർ ആദ്യമായാണ് ആ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. അന്വേഷിച്ചപ്പോൾ കൊച്ചുവേളിക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉടനെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ചെങ്ങന്നൂർക്ക് ഒരു സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് സൗമ്യയെയും കൊണ്ട് ആദർശ് ഓവർ ബ്രിഡ്ജിൽ കയറി 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നു. അവർക്ക് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും ട്രെയിൻ വന്നു. തിരക്ക് കുറഞ്ഞ ഒരു ബോഗി കണ്ടുപിടിച്ച് അയാൾ സൗമിനിയെ അതിൽ കയറ്റിയിരുത്തി. ആദർശ് നന്ദിയുണ്ട്. ഗാഥയെ കാര്യത്തിൽ 2 പേർക്കും ഒരു കണ്ണ് വേണം, ടീച്ചർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ടീച്ചർ ധൈര്യമായി പോയിട്ട് വാ, അയാൾ പറഞ്ഞു. ട്രെയിൻ ചൂളം വിളിച്ചു മെല്ലെ മുന്നോട്ട് നീങ്ങി. ആലോചനയോടെ ആദർശ് സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് നടന്നു. സ്വാതിക്ക് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അത്. ട്രെയിനിങ് പീരീഡ് ആയിരുന്നതിനാൽ മറ്റ് അസിസ്റ്റന്റ് മാനേജർമാർ ലീവ് എടുക്കുമ്പോൾ ആ സീറ്റിലെ ജോലികളാണ് അവൾക്ക് ചെയ്യേണ്ടി വന്നത്. ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയുടെ വിളി വന്നു. മോളെ തിരക്കിലാണോ? പത്മിനി ചോദിച്ചു. തിരക്കൊന്നും സാരമില്ലമ്മേ, സംസാരിക്കുക. എന്തുണ്ട് വീട്ടിൽ വിശേഷം? ഒന്നുമില്ല മോളെ, അച്ഛന് ഊണ് കഴിക്കുന്നു. മോളിനി എന്ന് വരുമെന്ന് അച്ഛൻ ചോദിച്ചു. അത് കേട്ട് അവളൊന്ന് ചിരിച്ചു. അച്ഛന് മാത്രമേ എന്നെ കാണാൻ കൊതിയുള്ളൂ? അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും കൊതിയുണ്ട് നിന്നെ കാണാൻ. എന്നാ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? ഈ ശനിയാഴ്ച വരുന്നുണ്ടമ്മേ. ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. പിറ്റേന്ന് തന്നെ തിരിച്ചു പോരേണ്ടി വരും. തിങ്കളാഴ്ച വെളുപ്പിന് പോയാൽ പോരെ? അത് പറ്റില്ല. 9:30 ബാങ്കിൽ വരണം. എറണാകുളത്തെ ട്രാഫിക് അമ്മ കണ്ടിട്ടില്ലല്ലോ, ഒരു രക്ഷയുമില്ല. എന്നാൽ ഞായറാഴ്ച തന്നെ തിരിച്ചു പോയിക്കോ, നിന്നെ ഒന്ന് കാണാമല്ലോ. വരാമമ്മേ, രാത്രിയിൽ ഞാനങ്ങോട്ട് വിളിക്കാം, വെച്ചോ. അവൾ കോൾ കട്ട് ചെയ്തു. അപ്പോഴാണ് ചെറുപ്പക്കാരിയായ ഒരു കസ്റ്റമർ അവളുടെ സീറ്റിനടുത്തേക്ക് വന്നത്. മാഡം, ഞാനൊരു കാര്യം അറിയാൻ വന്നതാണ്. ഇരിക്കൂ, സ്വാതി പറഞ്ഞു. അവൾ എതിരെയുള്ള കസേരയിലിരുന്നു. രശ്മി പ്രിയ എന്നാണ് എൻ്റെ പേര്.
എറണാകുളം കലൂർ ബ്രാഞ്ചിൽ എനിക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇടപ്പള്ളി ബ്രാഞ്ചിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടോ എന്നറിയാനാണ്. പഴയ പാസ്ബുക്ക് കയ്യിലുണ്ടോ? ഉണ്ട്. അവൾ ബാഗിൽ നിന്ന് പാസ്ബുക്ക് എടുത്തു കൊടുത്തു. എന്താ അക്കൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സ്വാതി വെറുതെ ചോദിച്ചു. കലൂരായിരുന്നു എൻ്റെ ഓഫീസ്. 3 മാസം മുമ്പ് ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫറായി. അതുകൊണ്ടാണ്. ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ അവളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് സ്വാതി ചോദിച്ചു. ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൽ. സ്വാതി പെട്ടെന്ന് തലയുയർത്തി രശ്മിപ്രിയയെ ഒന്ന് നോക്കി. അങ്ങനെയെങ്കിൽ ഗാഥയെ അറിയാമായിരിക്കുമല്ലോ. അറിയാമെങ്കിൽ? അവിടെയാണോ ഒരു ഗാഥയുള്ളത്? സ്വാതി ചോദിച്ചു. അതെ. ഗാഥയെ മാഡത്തിന് അറിയാമോ? എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫ്രണ്ടാണ് ഗാഥ. അങ്ങനെ അറിയാം. നേരിട്ട് പരിചയമില്ല. ആ കുട്ടിയുടെ കല്യാണം ഈയിടെയാണ് നടന്നതെന്നും പറയുന്നത് കേട്ടു. അതെ. ഒരു ബാങ്ക് ഓഫീസറാണ് ഗാഥയെ കല്യാണം കഴിച്ചത്. പക്ഷേ ആ കുട്ടിക്ക് വേറെ ഏതോ ഒരു അഫയർ ഉണ്ടായിരുന്നെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. സ്വാതി വെറുതെ ഒരു ചൂണ്ടയിട്ട് കൊടുത്തു. ഉണ്ടായിരുന്നു മാഡം. പുള്ളി അവളെ കാണാൻ പോലും ഓഫീസിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരുന്നു ആ റിലേഷൻഷിപ്പ്. സ്വാതി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരു നിമിഷം ഇരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പ്. ഇതാ കള്ളി വെളിച്ചത്താകാൻ പോകുന്നു. സ്വാതി പെട്ടെന്ന് ഒന്ന് പുഞ്ചിരിച്ചു. ഓ, അപ്പോൾ ഗാഥയുടെ കൂട്ടുകാരനെ രശ്മിപ്രിയയ്ക്കും അറിയാം അല്ലേ? ആശ്ചര്യം നടിച്ച് സ്വാതി ചോദിച്ചു. അറിയാം. പലപ്പോഴും ഉച്ചനേരത്താണ് പുള്ളി വരുന്നത്. 2 പേരും കൂടി പുറത്തു പോകും. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് വരാറുള്ളത്. ഫുഡ് കഴിക്കാൻ മാത്രമല്ല ഗാഥ കൂട്ടുകാരനോടത്ത് പോയിട്ടുള്ളതെന്ന് രശ്മിപ്രിയയ്ക്ക് അറിയില്ലല്ലോ. ഗാഥയെക്കുറിച്ച് ചികഞ്ഞ് ചോദിച്ചാൽ രശ്മിപ്രിയയ്ക്ക് സംശയം വല്ലതും തോന്നുമോ എന്ന് സ്വാതി ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ ഇതൊരു അവസരമാണ്. കൈവിട്ടു പോയാൽ പിന്നെ ഒന്നും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. രശ്മിക്ക് പോകാൻ തിരക്കുണ്ടോ? ഇല്ല മാഡം. പുതിയ പാസ്ബുക്ക് തയ്യാറാക്കാൻ ഇത്തിരി സമയമെടുക്കും. അത് സാരമില്ല. ബാങ്കിൽ പോകണമെന്ന് പെർമിഷൻ മേടിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ പ്രശ്നമില്ല. രശ്മിപ്രിയയോട് സംസാരിച്ചുകൊണ്ടാണ് പിന്നെ സ്വാതി അവളുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ബാക്കി കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയത്. എൻ്റെ ഫ്രണ്ട് പലപ്പോഴും ഗാഥയെക്കുറിച്ച് പറയാറുണ്ട്. സ്നേഹിച്ച പുരുഷനെ പാവത്തിന് കിട്ടിയില്ലല്ലോ. വേറെ എത്ര നല്ല വിവാഹബന്ധം കിട്ടിയാലും ആദ്യ പ്രേമം എന്നും അവളുടെ മനസ്സിനൊരു വേദനയായിരിക്കും. സ്വാതി പറഞ്ഞു. ശരിയാ മാഡം. ഗാഥയുടെ കൂട്ടുകാരന് എന്തായിരുന്നു ജോലിയെന്നറിയാമോ? ഏതോ സ്വകാര്യ സ്ഥാപനത്തിലാണെന്ന് തോന്നുന്നു. പക്ഷേ കാണാനൊക്കെ നല്ല സ്മാർട്ടായിരുന്നു. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല കുടുംബത്തിൽ പിറന്ന ആളാണെന്ന്. എറണാകുളത്തുകാരനാണോ? അല്ലല്ല. ദൂരെ എവിടെയാണ് വീട്. എറണാകുളത്താണ് ഓഫീസ്. അവൾ എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു. രമേശ് എന്നോ രാജേഷ് എന്നോ മറന്നുപോയി. പേരെനിക്കറിയില്ല മാഡം. ഗാഥയുടെ ക്ലോസ് ഫ്രണ്ട് ഫൗസിയായിരുന്നു. അവർ 2 പേരും ഒരേ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് ആയിരുന്നു. ഫൗസിയയ്ക്ക് സകല രഹസ്യങ്ങളും അറിയാം. ഫൗസിയ എപ്പോഴും ആ ബ്രാഞ്ചിൽ തന്നെയുണ്ടോ? ഉണ്ട് മാഡം. രശ്മിയുടെ ഫോൺ നമ്പറിൽ മാറ്റമൊന്നുമില്ലല്ലോ? ഇല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മാഡം. രശ്മിപ്രിയയുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ സ്വാതി ശരിയാക്കി കൊടുത്തു. പുതിയ ചെക്ക് ബുക്ക് ഇവിടുന്ന് കിട്ടില്ല. പോസ്റ്റിൽ വീട്ടിലെ അഡ്രസ്സിലേക്ക് ഈ ആഴ്ച തന്നെ കിട്ടും. താങ്ക് യു മാഡം. ശരി. രശ്മിപ്രിയ പോയി. അവളുടെ ഫോൺ നമ്പർ അപ്പോൾ തന്നെ സ്വാതി മൊബൈലിൽ സേവ് ചെയ്തു. ആരുടെ കുഞ്ഞിനെയാണ് സ്വന്തം കുഞ്ഞായിട്ട് ശ്യാമട്ടൻ വളർത്താൻ പോകുന്നതെന്ന് അറിയണം. വെറുതെ ഒരാഗ്രഹം. അത്രയുള്ളൂ. ഫൗസിയയ്ക്ക് സകല രഹസ്യങ്ങളും അറിയാം. രശ്മിപ്രിയയിൽ നിന്ന് ഫൗസിയയിലേക്ക് വഴി തുറന്നു കിട്ടും. സ്വാതി അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. എന്താ സ്വാതി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? ഉമാദേവി അവളുടെ അടുത്തേക്ക് വന്നു. ഒന്നുമില്ല ചേച്ചി. ഞാൻ വെറുതെ. വിശക്കുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് സ്വാതി വാച്ചിൽ നോക്കിയത്. മണി 2:05. സമയം പോയത് അറിഞ്ഞതേയില്ല ചേച്ചി. ഞാനിതാ വരുന്നു. ചെയ്തുകൊണ്ടിരുന്ന ജോലി വേഗം തീർത്തിട്ട് സ്വാതി എഴുന്നേറ്റ് ഉമാദേവിയോടൊപ്പം ചെന്നു. ഡൈനിങ് റൂമിൽ അപ്പോൾ പലരും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. പ്ലേറ്റുകളിൽ ചോറും കറികളും വിളമ്പിയെടുത്ത് അവർ ഒഴിഞ്ഞ 2 സീറ്റുകളിൽ ചെന്നിരുന്നു. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് എന്ത് ദൂരം വരും? ഉമാദേവി ചോദിച്ചു. 5 കിലോമീറ്ററോളം വരും ചേച്ചി. എന്തിനാണ് ഉമാദേവി അക്കാര്യം തിരക്കിയതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ദാ ആ ഫ്ലാറ്റ് കണ്ടോ സ്വാതി? ജനാലയ്ക്ക് നേരെ താടി ചലിപ്പിച്ച് അവർ ചോദിച്ചു. അവൾ ജനാലയുടെ വെളിയിലേക്ക് നോക്കി. തൊട്ടടുത്ത് 20ഓ 25ഓ നിലകളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് അവൾ കണ്ടു. വെള്ളയും ഇളം പച്ചയും പെയിൻ്റ് അടിച്ച മനോഹരമായ പുതിയ ഫ്ലാറ്റുകൾ. ബ്ലൂ ഓർക്കിഡ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടിയാൽ അങ്ങോട്ട് മാറുന്നുണ്ടോ? ഉമാദേവി ചോദിച്ചു. 1 കോടിയെങ്കിലും വരില്ലേ ചേച്ചി അതിന് വില? ഇപ്പോൾ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല അത്തരമൊരു ഫ്ലാറ്റ്. ഇപ്പോൾ കൊടുക്കുന്ന വാടകയ്ക്ക് ആ ഫ്ലാറ്റ് കിട്ടിയാൽ അവിടേക്ക് താമസം മാറരുതോ നിങ്ങൾക്ക്? ബാങ്കിൽ നിന്ന് 3-4 മിനിറ്റ് നടന്നാൽ മതി. രാവിലെയും വൈകുന്നേരവും 5 കിലോമീറ്റർ കാർ ഓടിക്കണ്ട. 7th ഫ്ലോറിലാണ്. നല്ല കാറ്റും വെളിച്ചവും കിട്ടും. എന്താ അത് ചേച്ചിയുടെ ഫ്ലാറ്റാണോ? കളിമട്ടിൽ സ്വാതി ചോദിച്ചു. അല്ല, പക്ഷേ എൻ്റെ കസിൻ രാധികയുടേതാണ്. അവൾ BSNL എഞ്ചിനീയറാണ്. മുംബൈയിലേക്ക് ട്രാൻസ്ഫർ. അടുത്ത മാസം ആദ്യം പോകും. വെറുതെ അടച്ചിടാൻ താല്പര്യമില്ല. അത്ര വിശ്വാസമുള്ള ആർക്കെങ്കിലും റെൻറ്റിന് കൊടുക്കാൻ സഹായിക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ഞാൻ ആദർശ് ചേട്ടനോട് സംസാരിക്കാൻ ചേച്ചി. ഹസ്ബൻഡിനോട് സംസാരിച്ച് നോക്ക്. സ്വാതിക്ക് വളരെ സൗകര്യമായിരിക്കും അവിടെ താമസമായാൽ. ശരിയാ ചേച്ചി. നാളെ ഞാൻ വിവരം പറയാം. അതുമതി.
ആലോചിച്ചപ്പോൾ അത് നല്ലൊരു ആശയമാണെന്ന് സ്വാതിക്ക് തോന്നി. ശ്യാമേട്ടനെ എന്നും കാണുന്നതിൽ നിന്ന് ഒഴിവായി കിട്ടും. ഇനിയിപ്പോൾ ശ്യാമേട്ടനെ കാണുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നും. അതൊരു പക്ഷേ പഴയ സ്നേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വഴി തുറന്നാലോ? ആരാൻ്റെ കുഞ്ഞിനെ കൊണ്ട് അച്ഛനെന്ന് വിളിപ്പിക്കേണ്ടി വരുന്ന ഗതികേട്. തന്നെയുമല്ല, ഗാഥയോട് ആദർശ ചേട്ടന് എന്താണ് ഇത്ര ആഭിമുഖ്യം? അവളുടെ എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങുന്നത് എന്തിനാണ്? അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരിക്കുമ്പോൾ ഫ്ലാറ്റിനെ കുറിച്ച് അവൾ ആദർശിനോട് പറഞ്ഞു. ഞങ്ങളുടെ ബാങ്കിനടുത്തുള്ള ഒരു വലിയ അപ്പാർട്ട്മെൻറ്റ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്ലൂ ഓർക്കിഡല്ലേ? എന്നെപ്പോലുള്ളവർ അത് ശ്രദ്ധിക്കാതിരിക്കുമോ സ്വാതി? പ്രൈം ലൊക്കേഷനല്ലേ? 30 ഫ്ലോറുകളിൽ 120ഓളം ഫ്ലാറ്റുകളാണ്. എല്ലാം 3 ബെഡ്റൂംസ്, 1700 സ്ക്വയർ ഫീറ്റ്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നോർത്ത് ഇന്ത്യൻ ബിൽഡേഴ്സാണ്, ദേശായി ആൻഡ് സൺസ്. ഒറ്റ മാസം കൊണ്ട് സകല ഫ്ലാറ്റുകളും വിറ്റുപോയി. അവിടെ നമുക്കൊരു ഫ്ലാറ്റ് കിട്ടിയാലോ? വാങ്ങിക്കാനോ? നടക്കാത്ത കാര്യം. അല്ല, റെൻറ്റിന്. നമുക്ക് ഈ വീടുണ്ടല്ലോ, പിന്നെ ഇതിന് അങ്ങോട്ട് മാറുന്നത്? ഉമാദേവി പറഞ്ഞ കാര്യങ്ങൾ സ്വാതി അയാളെ ധരിപ്പിച്ചു. കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം. ഞാനിതുവരെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടില്ല ചേട്ടാ. ഇവിടെ നിന്നുള്ള ഷിഫ്റ്റിങ് അതത്ര നിസ്സാരമല്ല സ്വാതി. അത് ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റാണ്. തന്നെയുമല്ല, നമുക്കിവിടുന്ന് ഡ്രസ്സല്ലാതെ കാര്യമായി വേറൊന്നും കൊണ്ടുപോകാനുമില്ല. പിന്നെന്താ? എന്നാലും നമ്മളിവിടെ താമസം തുടങ്ങിയിട്ട് 2 മാസം പോലും ആയില്ലല്ലോ. അതിനിടെ വീട് മാറിയാൽ ചോദിക്കുന്നവരോട് എന്ത് പറയും? ബാഗിനടുത്തായതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമാണ്, അതുകൊണ്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ അതൊന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല. എനിക്ക് വിരോധമില്ല, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഒടുവിൽ ആദർശ സമ്മതം മൂളി. അവൾക്ക് സന്തോഷമായി. ഈ ആഴ്ച നമ്മൾ വീട്ടിലേക്ക് പോകുമല്ലോ? അവൾ ചോദിച്ചു. സ്വാതി കിച്ചൺ വൃത്തിയാക്കിയിട്ട് ഉറങ്ങാനായി കിടപ്പുമുറിയിൽ വന്നപ്പോൾ ആദർശ് ആലോചന നിമഗ്നായി ഇരിക്കുകയായിരുന്നു. എന്താണ് ആലോചിക്കുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമില്ല. എനിക്കറിയാം, ഫ്ലാറ്റിലേക്ക് മാറാൻ ചേട്ടനത്ര താല്പര്യമില്ല. എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെന്താ, വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതാണോ ഇഷ്ടപ്പെടാഞ്ഞത്? വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം. എന്താ? അയാൾ ക്ഷമ നശിച്ചു പറഞ്ഞു. അയാൾ പറഞ്ഞത് ഇത്തിരി ഉച്ചത്തിലായിപ്പോയി. അതിനെന്തിനാ ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടും ദേഷ്യപ്പെട്ടില്ല. ഉറക്കം വരുന്നുണ്ട്. നിനക്ക് ആ ലൈറ്റ് ഒന്ന് അണയ്ക്കാമോ? ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സ്വാതി അയാളുടെ അടുത്ത് ചെന്ന് കിടന്നു. ആദർശിൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് കാരണം? ഒന്നും അവൾക്ക് മനസ്സിലായില്ല. ബ്രേക്ക്ഫാസ്റ്റിന് നെയ്യ് പുരട്ടിച്ചുട്ട ദോശയും തേങ്ങ ചട്നിയുമാണ് യമുന ഉണ്ടാക്കിയത്. രണ്ടും ഗാഥയ്ക്ക് ഇഷ്ടമായിരുന്നു. ഗർഭിണിയായതുകൊണ്ട് അത് ഇഷ്ടമല്ലാതായി തീർന്നോ എന്ന് സംശയമുണ്ടായതുകൊണ്ട് അവളോട് ചോദിച്ചിട്ടാണ് അവർ അതുണ്ടാക്കിയത്. ബെഡ്റൂമിൽ ഉയർത്തിവെച്ച തലയണയിൽ ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ ആദർശിൻ്റെയും സ്വാതിയുടെയും സംസാരം അവൾ കേട്ടു. സ്വാതിയെയും കൊണ്ട് ആദർശ് ബാങ്കിലേക്ക് പോകാൻ തുടങ്ങുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മേ, അവൾ യമുനയെ വിളിച്ചു. എന്താ മോളെ? അവർ കിച്ചണിൽ നിന്ന് വേഗം വന്നു. ആദർശ് ഒന്ന് വരാൻ പറ അമ്മേ. ഗാഥ പറയുന്നത് കേട്ട് അവർ ഒന്ന് ഞെട്ടി. എന്തിനാ മോളെ? ഒരാവശ്യമുണ്ട്. ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. എന്തിനാണെന്ന് അമ്മയോട് പറഞ്ഞുകൂടെ നിനക്ക്? അക്ഷമയുടെ യമുന ചോദിച്ചത് കേട്ട് അവൾ അവരുടെ മുഖത്തേക്ക് ഒന്ന് തുറച്ചു നോക്കി. ക്രസൻറ്റ് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നേ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കണം. ലീവിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആദർശനോട് പറഞ്ഞത്. പോകുന്ന വഴി ഹോസ്പിറ്റലിൽ കയറും. അത് മേടിച്ചുകൊണ്ട് വന്നാൽ നാളെ തന്നെ എനിക്ക് 1 മാസത്തെ ലീവിന് ആപ്ലിക്കേഷൻ കൊടുക്കാമായിരുന്നു. വിഷ്ണയായി യമുന നിന്നു. ഞാൻ ചെന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ മതിയോ? എന്താ ആദർശനോട് പറഞ്ഞാൽ? ആദർശ് വരത്തില്ല. അതെന്താ? ഗാഥയുടെ നെറ്റി ചുളിഞ്ഞു. അത് കാരണം പറയാൻ യമുന മടിച്ചു. വരില്ലെന്ന് ആദർശ് പറയാൻ എന്താണ് കാരണം? ഞാൻ പറഞ്ഞു ഇനി വരരുതെന്ന്. അമ്മേ, അവൾ ഞെട്ടലോടെ യമുനയെ നോക്കി. അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല മോളെ. അവൻ ഇനി നിന്നെ കാണാൻ വരുന്നത് അത്ര നല്ല കാര്യമല്ല. അതിൽ അപകടമുണ്ട്. എന്താ അപകടം? അവൾക്ക് ദേഷ്യം വന്നു. ആവശ്യമില്ലാതെ അടിക്കടി അവനിടെ വന്നാൽ സ്വാതിക്ക് സംശയം തോന്നും. സ്വാതിക്ക് മാത്രമല്ല, ശ്യാമിനും അവൻ്റെ വീട്ടുകാർക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആദർശ് വരാതിരുന്നാൽ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആദർശിൻ്റേത് അല്ലാതാകുമോ? ഒന്ന് പതിയെ പറ മോളെ. വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നെങ്കിലും യമുന ഭയന്നു. എനിക്കപ്പോൾ അങ്ങനെ പറയാൻ തോന്നി മോളെ. നിനക്കിനി ആരുടെയും സഹായം ആവശ്യമില്ല. അവനിനി ഇവിടെ വരുന്നത് ശരിയുമല്ല. വേണ്ടായിരുന്നമ്മേ, കഷ്ടമായിപ്പോയി. കഷ്ടമായിരിക്കാം, പക്ഷേ നിൻ്റെ നന്മയ്ക്കാണ് മോളെ. ഒരു അമ്മയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്തതാണ് ശരി. ഞാനൊന്നും പറയുന്നില്ല. എല്ലാം അമ്മയുടെ ഇഷ്ടം. പെണ്ണായിരുന്നിട്ടും അമ്മയ്ക്ക് എൻ്റെ മനസ്സ് കാണാൻ കഴിയുന്നില്ലല്ലോ. സാരമില്ല, അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ച് തീർത്തോളാം. ഗാഥയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. മോളെ, അത് കണ്ടപ്പോൾ യമുനയ്ക്ക് വിഷമമായി. സാരമില്ലമ്മേ, അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. ഒക്കെ എൻ്റെ കുറ്റമാണ്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല മോളെ. നീ ഇപ്പോൾ ശ്യാമിൻ്റെ ഭാര്യയാണ്. അത് മറക്കരുതെന്നേ അമ്മ പറഞ്ഞുള്ളൂ. ചില സത്യങ്ങൾക്ക് നേരെ നമുക്ക് കണ്ണടയ്ക്കേണ്ടി വരും. അതാണ് ജീവിതം. അതൊക്കെ എനിക്കറിയാം, പക്ഷേ മനസ്സ് സമ്മതിക്കണ്ടേ? നിസ്സഹായതയോടെ ഗാഥ പറഞ്ഞു. ഒക്കെ ശീലമായിക്കോളും. ശ്യാം വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. ഗാഥ ഒന്നും പറഞ്ഞില്ല. എങ്കിലും ആദർശിനി ഇവിടെ വരരുതെന്ന് പറഞ്ഞതോർത്തപ്പോൾ അവൾക്ക് മനസ്സിൽ സങ്കടം മുട്ടി. അറിഞ്ഞുകൊണ്ട് ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്വന്തം കുഞ്ഞിനെ അവഗണിക്കാൻ മനുഷ്യത്വമുള്ള ഒരു പുരുഷനും കഴിയുകയുമില്ല.
അന്ന് രാത്രിയിൽ ഗാഥയ്ക്ക് അടിവയറ്റിൽ ചെറിയ വേദന അനുഭവപ്പെട്ടു. യമുന വന്ന് നോക്കിയപ്പോൾ അവൾ മൂളുകയും ഞരങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്താ മോളെ? ഒന്നുമില്ല അമ്മേ. വേദനയുടെ കാര്യം അവൾ പറഞ്ഞില്ല. പിന്നെ എന്തിനു നീ ഞരങ്ങുന്നേ? വെറുതെ. സത്യം പറ, നിനക്ക് എന്തെങ്കിലും വല്ലായ്കയുണ്ടോ? ചെറുതായി വയറുവേദനയുണ്ട്. ഗ്യാസിൻ്റെയാണോ? അറിയില്ല. ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ലത്. എന്തായാലും റിസ്ക് എടുക്കണ്ട. അമ്മ കാർ ഓടിക്കുമോ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ആംബുലൻസ് വരുത്താം. എന്തായാലും കുറച്ചുകൂടി നോക്കിയിട്ട് മതി. അല്പനേരം കഴിഞ്ഞപ്പോൾ വേദന കുറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകണ്ട മോളെ? എന്നിട്ടും യമുന ചോദിച്ചു. വേണ്ടമ്മേ, ഇപ്പോൾ സുഖമുണ്ട്. എന്നാലും റിസ്ക് എടുക്കണ്ട. നമുക്ക് നാളെ ഡോക്ടറെ ചെന്ന് കാണണം. ഇങ്ങനെ വേദന വരുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ല, പ്രത്യേകിച്ചും ഇത്തരം ഒരവസ്ഥയിൽ. ജനിക്കാനുള്ള കുഞ്ഞാണെങ്കിൽ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ വിധിയാണെന്ന് വിചാരിക്കും. ഭയന്ന് യമുന പിന്നെ അവളെ നിർബന്ധിച്ചില്ല. ആദർശ് വർക്ക് സൈറ്റിലായിരുന്നു. അപ്പോഴാണ് ഗാഥയുടെ കോൾ വന്നത്. അയാൾ ഉടനെ അത് അറ്റൻഡ് ചെയ്തു. എന്താ ഗാഥേ? ഒന്നുമില്ല ആദർശ്. ഇപ്പോൾ ഫ്രീ ആണോ? അതെ. അമ്മ ആദർശിനോട് എന്താണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞു എല്ലാം. ആദർശിന് വിഷമമായി കാണും. എനിക്കറിയാം. അമ്മയോട് ക്ഷമിക്കണം. അമ്മ അരുതാത്തതൊന്നും പറഞ്ഞില്ല. എന്നാൽ പറയേണ്ടത് തന്നെയാണ് പറഞ്ഞതും. നിന്നെ വന്ന് കാണാനും നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും എനിക്ക് എന്താ അവകാശം? ഒന്നുമില്ല. പക്ഷേ ആദർശ്, അറിയാതെ നമ്മൾ പരിധി വിട്ട് പെരുമാറും. അത് നമുക്ക് മനസ്സിലാകത്തില്ല. മൂന്നാമതൊരാൾക്കേ. അമ്മയത് മനസ്സിലാക്കി തെറ്റ് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അമ്മയോട് വെറുപ്പ് തോന്നരുതേ. ഒരിക്കലുമില്ല. സ്വാതിയെ ഓർത്തിട്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താണ്? എല്ലാവരോടും എല്ലാം തുറന്നു പറഞ്ഞേനെ. സ്വാതിയുടെ ദാമ്പത്യം തകർന്നാൽ അവൾ എന്നെ ശപിക്കും. വേണ്ട ഗാഥ, ആരും ഒന്നും അറിയണ്ട. നമുക്ക് മാത്രം വേദനിച്ചാൽ മതി. ബാക്കി എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇനി എന്നെ കാണാൻ വരില്ലേ? ഇല്ല. ഞങ്ങൾ വീട് മാറി പോകാൻ പ്ലാനുണ്ട്. എങ്ങോട്ട്? വിശ്വാസം വരാതെ ഗാഥ ചോദിച്ചു. അവളുടെ ബാങ്കിനടുത്തുള്ള ഒരു ഫ്ലാറ്റിലേക്ക്. ഞാൻ കാരണമാണോ? അല്ല, സ്വാതിയുടെ ആഗ്രഹമാണ്. ഒരു കണക്കിന് അത് നല്ലതാണ്. നമുക്കിനി കാണുകയേ വേണ്ട. ഒരിക്കലും ഒരിക്കലും. അവൾ തേങ്ങിക്കരയുന്നത് അയാൾ കേട്ടു. പക്ഷേ പെട്ടെന്ന് കോൾ കട്ടായി. അവൾ കട്ട് ചെയ്തതാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആദർശ് വീണ്ടും അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ അവൾ കോൾ എടുത്തില്ല. പിറ്റേന്ന് ശനി. ബാങ്കിൽ നിന്ന് വന്നപ്പോൾ തന്നെ രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പിൽ സ്വാതി തുടങ്ങി. വെളുപ്പിന് 5 മണിക്കെങ്കിലും പോകണം നമുക്ക്. ആ സമയത്ത് ട്രാഫിക് കുറവായിരിക്കും, അവൾ പറഞ്ഞു. കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് അവൾ സൂട്ട് കേസിലെടുത്തു. നമ്മൾ ഏത് വഴിയാണ് ചേട്ടാ പോകുന്നത്? ഹൈവേയിൽ കൂടിയാണോ അതോ MC റോഡ് വഴിയോ? ഏത് വഴി വേണമെങ്കിലും പോകാം. ഹൈവേ വഴിയാണെങ്കിൽ ഹരിപ്പാട് ചെന്നിട്ടല്ലേ പോകൂ. അതുവഴിയാണെങ്കിൽ എനിക്ക് മണ്ണാർശാല അമ്പലത്തിൽ ചെന്ന് തൊഴണം. 100 പാലും കഴിക്കണം. ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു ആഗ്രഹം? സർപ്പകോപമുണ്ടെങ്കിൽ അത് മാറിയാലേ കുഞ്ഞുങ്ങളുണ്ടാകൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അയാൾ സ്വാതിയെ ഒന്ന് നോക്കി. അതിന് കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം പോലും ആയില്ലല്ലോ. ഇല്ല, എന്നാലും വഴിപാട് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അയാൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് പുലർച്ചെ 4 മണിയായപ്പോൾ സ്വാതി അലാറം വെച്ച് ഉണർന്നു. കുളി കഴിഞ്ഞ് വേഷം മാറി വന്നപ്പോഴും ആദർശ് ഉറക്കമായിരുന്നു. എഴുന്നേറ്റ് വേഗം കുളിക്കിച്ചേട്ടാ, അയാളെ അവൾ വിളിച്ചുണർത്തി. ഞാനെന്തിനാ കുളിക്കുന്നത്? നീയല്ലേ വഴിപാട് നടത്തുന്നത്. നമ്മൾ 2 പേരും കൂടാണ്. എന്നാലേ ഫലമുണ്ടാകൂ. സമയം പോകുന്നു. അയാൾ ചെന്ന് കുളിച്ചു. അപ്പോഴേക്ക് അയാൾക്ക് ധരിക്കാനുള്ള മുണ്ടും ഷർട്ടും അവൾ എടുത്തു വച്ചിരുന്നു. കൃത്യം 5 മണിക്ക് തന്നെ അവർ പോകാനായി സ്റ്റെയർ കേസ് ഇറങ്ങി. നമ്മൾ പോകുന്ന കാര്യം ഗാഥയോട് പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് അവൾ ഓർത്തു. സാരമില്ല, ഈ നേരത്തെ ആരെയും വിളിച്ചുണർത്തണ്ട. എങ്കിൽ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറയാം. കാറെടുത്ത് അവർ അപ്പോൾ തന്നെ പുറപ്പെട്ടു. MC റോഡ് വഴിയായിരുന്നെങ്കിൽ കോട്ടയത്ത് ചെന്നിട്ട് കുറ്റിത്തെരുവിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. ഹൈവേ വഴിയായതിനാൽ സ്വാതിയുടെ വീട്ടിൽ ചെന്നിട്ട് പിറ്റേന്ന് ആദർശിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പ്ലാൻ മാറ്റി. മണ്ണാർശാലയിൽ ചെന്ന് സ്വാതി ആഗ്രഹിച്ച വഴിപാടുകളെല്ലാം നടത്തിയ ശേഷമാണ് അവർ കായംകുളം വഴി കുറ്റിത്തെരുവിലേക്ക് പോയത്. വീട്ടിലെത്തിയപ്പോൾ 9 മണി കഴിഞ്ഞു. ആദർശും സ്വാതിയും വരുന്നത് കണ്ട് വിശ്വനാഥൻ കടയിലേക്ക് പോകാതെ വീട്ടിൽ കാത്തിരുന്നു. സാധാരണ 8 മണിയാകുമ്പോൾ അയാൾ കട തുറക്കാറുള്ളതാണ്. ശനിയാഴ്ച ക്ലാസ്സില്ലാത്തത് കാരണം സൂരജും വീട്ടിലുണ്ടായിരുന്നു. പത്മിനി പ്രാതൽ തയ്യാറാക്കി മകളെയും മരുമകനെയും കാത്തിരിക്കുകയായിരുന്നു. 3 പേരും കൂടി സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആദർശിനോട് വിശ്വനാഥൻ ലോഹ്യം ചോദിച്ചു. സുഖമായിരുന്നു അച്ഛാ. വെളുപ്പിനെ പോരുന്നതുകൊണ്ട് വഴിയിൽ വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടായില്ല. സൂരജിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ആദർശ് അവനോട് ചോദിച്ചു. കുഴപ്പമില്ല ചേട്ടാ. ശനിയും ഞായറും എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിനും പോകുന്നുണ്ട്. പിന്നെ എന്നെന്താ പോകാത്തത്? ചേട്ടനും ചേച്ചിയും വരുന്നത് പ്രമാണിച്ച് ക്ലാസ്സൊന്നും മുടക്കാൻ പാടില്ല. ഞങ്ങൾ നാളെയല്ലേ പോകൂ. പ്രാതൽ കഴിഞ്ഞ് സൂരജ് എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്കും വിശ്വനാഥൻ കടയിലേക്കും പോയി. അമ്മയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സ്വാതി അടുക്കളയിലേക്കും പിൻവലിഞ്ഞു. വേറൊന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ട് ആദർശ് മുറ്റത്തേക്കിറങ്ങി ഗേറ്റിനടുത്തേക്ക് ചെന്ന് നിന്നു. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ വന്ന് ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയത്. സ്വാതി വിശ്വനാഥിൻ്റെ വീടല്ലേ ഇത്? അയാൾ ചോദിച്ചു. അതെ. ജീൻസും ഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച അയാൾ പെട്ടെന്ന് ബൈക്കിൻ്റെ എൻജിൻ ഓഫ് ചെയ്തു. എൻ്റെ പേര് റിംസൺ. സ്വാതിയും ഞാനും ഒന്നിച്ചാണ് കൊല്ലത്ത് ബാങ്ക് കോച്ചിങ് ക്ലാസ്സിൽ പഠിച്ചത്. സ്വാതി വീട്ടിലുണ്ടോ? ഉണ്ട്. സ്വാതിയുടെ ആരാണ്? ഹസ്ബൻഡ്. മുഖത്ത് നിന്ന് കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് റിംസൺ കൗതുകത്തോടെ അയാളെ ഒന്ന് നോക്കി. കഥ തുടരും.